students, a very good evening to all and welcome to Target Learning App. അപ്പോൾ നമ്മുടെ +1 ന്റെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിൽ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു പാർട്ടിൽ നമുക്ക് വന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും അതുപോലെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന മോഷൻ ഇൻ എ പ്ലെയിന്, ലോസ് ഓഫ് മോഷന്, വർക്ക് എനർജി പവർ. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ഏരിയാസും കവർ ചെയ്യും. ഫാസ്റ്റ് മോഡ് റിവിഷൻ ആണ്, പെട്ടെന്ന് പരിപാടി തീർക്കും. അതിൽ എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യും, എല്ലാ ഭാഗങ്ങളും നമ്മൾ ചാപ്റ്ററിന്റെ കവർ ചെയ്യും. സോ നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, പ്രോ ആക്റ്റീവ് ആയിട്ടിരിക്കുകയും ചെയ്യുക. റൈറ്റ്? സോ നമുക്ക് കളയാൻ സമയമില്ല, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. സോ നമ്മൾ മൂവ് ചെയ്യാണ്, നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിനിൽ ആദ്യം തന്നെ മക്കളെ എന്താണ് സ്കേലാർസ്, എന്താണ് വെക്ടേഴ്സ്? നമുക്കറിയാം സ്കേലാർസ് എന്താണ്? These are the physical quantities which has only magnitude. Vectors എന്ന് പറഞ്ഞാൽ എന്താണ്? These are the physical quantities which have both magnitude and direction. Examples scalars ന് മാസ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, അല്ലേ? ഒക്കെ എന്തിനാ? വർക്ക് ഉണ്ട്, എനർജി ഉണ്ട്, പവർ ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? സ്കേലാർസ്. വെക്ടേഴ്സിനാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെന്റം, ഫോഴ്സ്, ടോർക്ക്, ആംഗുലാർ മൊമെന്റം ഒക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? നമ്മുടെ വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ചിലപ്പോ ഒരു മാർക്കിനൊക്കെ വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിലും, നമുക്ക് വേണമെങ്കിലോ അവർക്ക് വേണമെങ്കിലോ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടി അല്ലേ? അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ്. When two vectors are said to be equal. മക്കളെ, രണ്ട് വെക്ടേഴ്സ്, അതായത് ഇക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആവണമെങ്കിൽ ആ രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ both vectors are said to be equal vectors. രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെന്ന് പറയാം. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും. മക്കളെ ഓക്കേ ആണല്ലോ? നെക്സ്റ്റ്, എന്താണ് നൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഞാൻ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ നൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? നൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് നൾ വെക്ടേഴ്സ്. These are the vectors whose magnitude is 0. ഓക്കേ ആണല്ലോ? സെറ്റ്. ഇനി അടുത്ത് എക്സാമ്പിൾ, നൾ വെക്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ബോഡി മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്? 0 വെക്ടർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്, വാട്ട് ആർ യൂണിറ്റ് വെക്ടേഴ്സ്? മക്കളെ, യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് യൂണിറ്റ് വെക്ടേഴ്സ്. These are the vectors whose magnitude is unity or 1. എടാ, യൂണിറ്റ് വെക്ടർ നമ്മൾ ക്യാപ്പ് വെച്ചാ കാണിക്കുക. അപ്പൊ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എ എന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്നാ. അപ്പൊ ഈ എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. സോ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ബൈ മോഡ് എ ആണ്. എന്താണ്? വെക്ടർ എ ബൈ മോഡ് എ ആണ് എന്തെന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. സോ അത് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. യൂണിറ്റ് വെക്ടർ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു വെക്ടർ ഉണ്ട് കയ്യില് 2i plus 3j plus 4k. ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ a cap is equal to vector a by mod a ആണല്ലോ ചെയ്യേണ്ടത്. എന്താണ് വെക്ടർ a? എന്താണ് വെക്ടർ a? വെക്ടർ a എന്ന് പറഞ്ഞാൽ 2i plus 3j plus 4k. എന്താണ് മോഡ് എ? എ ന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് i ന്റെ ഒപ്പമുള്ള ആള് സ്ക്വയർ പ്ലസ് j ന്റെ ഒപ്പമുള്ള ആള് സ്ക്വയർ പ്ലസ് k ന്റെ ഒപ്പമുള്ള ആള് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i plus 3j plus 4k divided by root of 4 plus 9 plus 16. That is equal to 2i plus 3j plus 4k divided by root of 9 plus 4 എന്താ? 13. 13 plus 16 എന്താ മക്കളെ? 29. ഇതാണ് എ ക്യാപ്പ്. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കേ ആണല്ലോ മക്കളെ? സെറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന ഏരിയ നമ്മൾ പെർഫെക്റ്റ് ആക്കി. ഇത് നോക്കടാ, ഒരു വെക്ടർ, the position vector of a particle
P located in an xy plane is shown in figure. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, P എന്ന പാർട്ടിക്കിൾ ആണ്. അതിന്റെ
ഓക്കെ മക്കളെ, ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ? വോയിസ് ഓക്കെ ആണോ? റെഡി? ഇടയ്ക്ക് ഒന്ന് സൗണ്ട് പോയി അല്ലേ? കുഴപ്പമില്ല. സോ ലിസൺ. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സൗണ്ട് പോയത്. ഞാൻ ഒന്നുകൂടെ വീണ്ടും ആ ഒരു ചെറിയ ഭാഗം ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്യാം. ബിക്കോസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലിസൺ. So position vector of a particle P is located in an xy plane is shown in figure. Redraw the figure by showing the rectangular components. So നോക്കടാ, ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. ഇതാണ് പൊസിഷൻ വെക്ടർ R. ഈ പൊസിഷൻ വെക്ടറിന്റെ രണ്ട് കമ്പോണന്റ്സ് ആണ്, റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആണ്. ഒന്ന് ഇതാണ്, രണ്ട് ഇതാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ this will be r cos theta and this will be r sin theta. ഓക്കേ ആണല്ലോ? ഈ രണ്ട് കമ്പോണന്റ്സ് കാണിക്കാൻ പറഞ്ഞു. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ബി എന്താ? റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണന്റ്സ്. ഇവിടെ പൊസിഷൻ വെക്ടറിനെ റെക്ടാങ്കുലർ കമ്പോണന്റ്സിന്റെ ടേംസിൽ നമുക്ക് എഴുതണം. സോ വെക്ടർ r is equal to എന്താണ്? r cos theta I cap plus r sin theta എന്താണ്? j cap എന്നാണ് വരിക. സോ വെക്ടർ r is equal to r cos theta I cap plus r sin theta j cap ആണ് എന്ത് വരിക? നമ്മുടെ പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ വരിക. ഓക്കേ ആണല്ലോ? സോ ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ആൻസർ ആയി. പെർഫെക്റ്റ് ആണ്. ഈ രീതിയിലേക്ക് ഒരു വെക്ടറിനെ പൊസിഷൻ വെക്ടറിന്റെ ടേംസിലേക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ നോക്കണം? സ്റ്റേറ്റ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ മക്കളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലാണ്ട് നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരില്ല. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് അത് ഉറപ്പാണ്. ഓക്കേ, ശ്രദ്ധിക്കുക. സോ സ്റ്റേറ്റ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. മക്കളെ എന്റെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ദാ ഒരു വെക്ടർ ഇതും ഒരു വെക്ടർ ഇതും. ഈ രണ്ട് വെക്ടേഴ്സ് ഞാൻ പേര് കൊടുക്കുകയാണ്. വെക്ടർ എ എന്നും വെക്ടർ ബി എന്നും പേര് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മ് കാണാൻ ഒരു വെക്ടറിന്റെ ഹെഡിൽ മറ്റേ വെക്ടർ ടെയിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ടോ ഫസ്റ്റ് വരച്ച വെക്ടറിന്റെ ടെയിൽ നിന്ന് മറ്റേ വെക്ടറിലേക്ക് ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത്? സമ്മ് റിസൾട്ടന്റ് വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു a plus b എന്ന വെക്ടർ. r is equal to a plus b എന്ന വെക്ടർ. ഓക്കേ, സോ ഇത് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? if two vectors are the adjacent sides of a triangle taken in the same order. Same order എന്ന് പറഞ്ഞാൽ ഹെഡ് ടെയിൽ എന്ന രീതിയിൽ വരുന്ന വെക്ടേഴ്സ് ആണ് നമ്മൾ സെയിം ഓർഡർ എന്ന് വിളിക്കാം. സോ സെയിം ഓർഡറിലാണ് നമ്മൾ എന്തെടുത്തതെങ്കിൽ നമ്മൾ വെക്ടേഴ്സിനെ എടുത്തതെങ്കിൽ അതിന്റെ ക്ലോസിംഗ് സൈഡ് if the adjacent sides of a triangle are the two vectors, then the closing side will be the resultant, okay, taken in the reverse order. If two vectors are the adjacent sides of a triangle taken in the same order, then the closing side taken in the reverse order will be the resultant. ഇത്ര പറഞ്ഞാൽ എന്തായി? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആയി. മക്കളെ സെറ്റ് ആണല്ലോ? പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തു പോവാ. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. മക്കളെ എന്താ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? എന്റെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഒന്നുതാ രണ്ടുതാ. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിനെ പാരലോഗ്രാം ലോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഓക്കേ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ മക്കളെ? എന്റെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ആണ്, വെക്ടർ എയും വെക്ടർ ബിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെക്ടേഴ്സിനെ പൊക്കുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാതെ പൊക്കുക. പൊക്കിയിട്ടോ ഒരു വെക്ടറിന്റെ ടെയിലുമേല് മറ്റേ വെക്ടറിന്റെ ടെയിൽ കൊണ്ടുപോയി മുട്ടിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് അവിടെ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. എങ്ങനെ? ഇതാ ഇവന് പാരലായിട്ട് ഇവിടെ വെക്ടറിനെ കൊണ്ടുപോയി വെക്കുക, ഇവന് പാരലായിട്ട് മറ്റൊരു വെക്ടറിനെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെയാണെങ്കിൽ diagonal will represent the resultant. ഇതെന്താ മക്കളെ? ഡയഗണൽ ആണ്. ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് a plus b. ഇതാ ഈ വെക്ടർ a ആണ്, ഈ വെക്ടർ b ആണ്, ഇത് b ആണ്, ഇത് a ആണ്. ഓക്കേ, സോ എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ if the vectors are the adjacent sides of a parallelogram by joining tails of that two vectors, then the diagonal drawn from the point where
two tails meets, okay, gives the resultant. Okay, അപ്പോൾ പാരലോഗ്രാമിന്റെ അടുത്തടുത്ത രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ അവിടെ ടെയിലും മുട്ടിച്ചുകൊണ്ട്, ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടെയിലും മുട്ടുന്ന പോയിന്റിൽ നിന്ന് വരക്കുന്ന ഡയഗണൽ ആയിരിക്കും എന്ത് റിസൾട്ടന്റ്. ഈ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ if two vectors are the adjacent sides of a parallelogram then the diagonal will be the resultant എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മക്കളെ കൃത്യമായിട്ട് പാരലോഗ്രാം ലോ പഠിക്കണം. അടുത്ത two vectors a and b are given below. താഴെ നോക്കിയേ, a ഉണ്ട് b ഉണ്ട്. Redraw the figure and show the vector sum using parallelogram method. ഇതല്ലേ തൊട്ടും നമ്മൾ വരച്ച്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അടുത്ത നോക്കടാ, write the equation to find the magnitude of resultant of two vectors a and b. a ന്റെയും b ന്റെയും രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? root of mod a square plus mod b square plus 2 mod a mod b cos theta. ഞാൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് root of a square plus b square plus 2ab cos theta എന്ന് എഴുതിയാൽ മതി. അതിൽ a യും b യും ഒക്കെ എന്താണ്? a ന്റെയും b ന്റെയും ഒക്കെ എന്താണ്? മാഗ്നിറ്റ്യൂഡ്സ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി എന്താ? derive the expression for magnitude of resultant of two vectors by analytical method. Write the expression for direction of resultant vector. മക്കളെ രണ്ട് കാര്യങ്ങളാ, ഓക്കേ അല്ലേ, രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം മക്കളെ, ശ്രദ്ധിക്കുക, എന്തൊക്കെ കൊടുത്തു നോക്കടാ, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം ദാ നോക്കടാ, ഇത് ഒരു വെക്ടറാണ്, ഓക്കേ, ഇതൊരു വെക്ടറാണ്, ഓക്കേ. നെക്സ്റ്റ് ദാ അടുത്ത വെക്ടർ ഞാൻ കാണിക്കുന്നു, ഇത് നമ്മുടെ അടുത്ത വെക്ടറാണ്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് ഞാൻ വേറെ ഒരു വെക്ടറിനെ വെക്കുകയാണ്, ലൈക്ക് ദിസ്, ഒരു വെക്ടറിനെ ഞാൻ വെക്കുന്നു. ഇതിന് പാരലൽ ആയിട്ട് വേറെ ഒരു വെക്ടറിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നു, ലൈക്ക് ദിസ്, ഓക്കേ. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡിൽ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടെത്താൻ ഓക്കേ ഉള്ള മാർഗം നമ്മൾ കാണാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇതാണ് മക്കളെ എന്ത് റിസൾട്ടന്റ് വെക്ടർ. ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് കാണണം. ആയിക്കോട്ടെ, ഇത് വെക്ടർ a ആണ്, ഇത് വെക്ടർ b ആ. a യും b യും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? r എന്ന റിസൾട്ടന്റ് വെക്ടർ കിട്ടുക. അതിനു വേണ്ടി ഞാൻ ഇതാ ഇവിടുന്ന് ഒരു ലൈൻ നേരെ താഴേക്ക് വരക്കും, ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരക്കും. ഈ ആംഗിൾ തീറ്റയാണ് അല്ലേ, ഈ ആംഗിളും തീറ്റയാണ്, ഓക്കേ ആണല്ലോ. സോ ഇത് b ആണെങ്കിൽ അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് ബി ഉണ്ടാവും. ഇത് a ആണെങ്കിൽ ആ നീളം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മോഡ് a ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞോ, ഇതെന്താ ഉണ്ടാവുക? ഇത് മോഡ് ബി കോസ് തീറ്റ ഉണ്ടാവില്ലേ എന്ന്. ഏത്? ഈ നീളം മോഡ് ബി കോസ് തീറ്റയും ഈ നീളം മോഡ് ബി സൈൻ തീറ്റയും ഉണ്ടാവും. വെക്ടേഴ്സിന്റെ റെസൊല്യൂഷൻ അറിയുന്ന കാര്യം നമുക്ക് അല്ലേ. എന്താ മോഡ് ബി ഇത് സൈൻ തീറ്റ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മക്കളെ ദാ ഇത് is equal to root of ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലേ, പൈതഗോറസ് തിയറം. അപ്പൊ എന്താ ഉണ്ടാവുക പറ? മോഡാർ is equal to, മോഡാർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നീളം, ആ നീളം എന്ന് പറഞ്ഞാൽ മോഡാറാ. പറഞ്ഞോ എന്താ മോഡാർ? റൂട്ട് ഓഫ് എന്ത്? ഇത് is equal to root of ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ? മോഡ് a പ്ലസ് മോഡ് b cos θ ആണ് അല്ലേ. അതിന്റെ എന്തുണ്ടാവും? ഹോൾ സ്ക്വയർ പ്ലസ് ഇതായി mod a plus mod b cos theta. ഇതെന്താ? mod b sin theta. അപ്പോൾ അത് mod b sin theta എന്തുണ്ടാകും? ഹോൾ സ്ക്വയർ എന്നുണ്ടാകും. That is equal to root of. ഇനി ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? mod a plus എടാ ഇത് a plus b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ്. അപ്പോൾ എന്താ? mod a square plus 2 mod a mod b cos theta plus അടുത്ത mod b square cos square theta എന്നുണ്ടാവും. ഏതിന്റെ സ്ക്വയർ? ഇതിന്റെ സ്ക്വയർ, a plus b whole square എന്നുള്ള ഫോർമാറ്റ് പ്ലസ് എന്താണ്? mod b square sin square theta എന്നുണ്ടാവും. That is equal to root of എന്താ? mod a square plus 2 mod a mod b cos theta plus mod b square നെ പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിൽ cos square theta plus sin square theta എന്നുണ്ടാവും. അത് 1 ആ, ഇത് 1 ആ. അത് 1 എന്ന് കൊടുക്കുമ്പോൾ എന്താ ബാലൻസ് ബാക്കി ഉണ്ടാവുക? root of mod a square plus 2 mod a mod b cos theta plus mod b square into 1 എന്താ? mod b square ആ. അപ്പോൾ mod r കിട്ടി, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കേ, ഇനി അടുത്തതായിട്ട് നമുക്ക് അവർ ഡയറക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് ആൽഫ.
അവിടുന്ന് ഞാൻ ഡയറക്ഷൻ കാണാൻ വേണ്ടി tan alpha എടുക്കുകയാണ്. വാട്ട് ഈസ് tan alpha? tan alpha എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്. അപ്പൊ എന്താ mod b sin theta by adjacent side എന്താ mod a plus mod b cos theta ആണ്. റെഡി ആണെന്ന് വിചാരിക്കണം. ഓക്കേ, അപ്പോൾ ഇതാണ് ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അനലിറ്റിക്കൽ മെത്തേഡിൽ കണ്ടെത്താനുള്ള നമ്മുടെ മാർഗം. നെക്സ്റ്റ് വൺ ഈസ്, അടുത്തതായിട്ട് നോക്കൂ മക്കളെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? What is the trajectory or path followed by a projectile? ഒരു പ്രൊജക്ടൈലിന്റെ ട്രാജക്ടറി എന്താ? പാരാബോളിക് ഷേപ്പിലല്ലേ ഉണ്ടാവുക, എന്താ പാരാബോളിക് ആയിരിക്കും ട്ടോ. നെക്സ്റ്റ്, draw the trajectory of a projectile. ദാ വരച്ചിട്ടുണ്ട്, നമുക്ക് അറിയുന്നതാണ്, പാരാബോളിക് ഷേപ്പിൽ വരച്ചാൽ മതി, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, a stone is thrown up with a velocity u which makes an angle theta with the horizontal. theta angle ഒരു കല്ല് u വെലോസിറ്റിയിൽ എറിഞ്ഞു ആയിക്കോട്ടെ. What are the horizontal and vertical components of velocity? മക്കളെ, ഒരു കല്ല് u വെലോസിറ്റിയിൽ theta angle എറിഞ്ഞു കഴിഞ്ഞാൽ horizontal componentഉം verticalum എന്താ? horizontal എന്താ? u cos theta, vertical എന്താ? u sin theta ആണല്ലോ, ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ a question completed. ഇനി അടുത്ത്, how do these components vary with the time? ടൈമിനനുസരിച്ച് ഈ കമ്പോണൻസ് എങ്ങനെയാണ് വാരി ചെയ്യുക? എങ്ങനെയാണ് മക്കളെ വാരി ചെയ്യുക? u cos theta will not vary, u cos theta will not change. u cos theta ഒരിക്കലും ചേഞ്ച് ആവില്ല, അത് കണ്ടിന്യൂസ് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ u sin theta എന്ത് ചെയ്യും? u sin theta will change, will decrease അല്ലേ? ഓക്കേ അല്ലേ? decrease. എന്താ കാരണം? എന്താണ്? due to retardation അല്ലെങ്കിൽ എങ്ങനെ മതി? due to acceleration due to gravity, acceleration due to gravity, acceleration due to gravity താഴേക്കുള്ളത് കൊണ്ട് u sin theta എന്ന vertical componentനെ അത് ഡിപെൻഡ് ചെയ്യും. അതുകൊണ്ട് u sin theta എന്ന കമ്പോണന്റ് ചേഞ്ച് ആവും, പക്ഷേ u cos theta എന്താവില്ല? ചേഞ്ച് ആവില്ല. horizontal component എന്താ? കീപ് ഓൺ കോൺസ്റ്റന്റ് ആയിരിക്കും. vertical component എന്തായിരിക്കും? അത് കണ്ടിന്യൂസ് ആയി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മക്കളെ, ക്വസ്റ്റ്യൻസ് ഓക്കേ ആണോ? റെഡി ആണോ? ഇതിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും നമ്മൾ തിയറി കംപ്ലീറ്റ് പഠിക്കും ട്ടോ. ഓക്കേ മക്കളെ, സെറ്റ് ആണോ? വേഗം പറ. റെഡി ആണോ? ഓക്കേ ആണോ? Okay, what are the values of these components at the highest point of projection? ഈ horizontal componentനും vertical componentനും അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോഴുള്ള അവസ്ഥ എന്താണ് നോക്കടാ. ഒരു പ്രൊജക്ടൈൽ മോഷൻ, ഈ പ്രൊജക്ടൈലിൽ ഇത് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ അതിന്റെ horizontal componentനും vertical componentനും എന്ത് മാറ്റാൻ ഉണ്ടാവുക? horizontal component ഞാൻ പറഞ്ഞു ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് u cos theta ഉണ്ടാവുക. vertical component പക്ഷേ മുകളിൽ എത്തുമ്പോൾ എന്താവുക? 0. അപ്പോൾ vertical component 0 ആയിരിക്കും, horizontal component എന്തായിരിക്കും? u cos theta ഉണ്ടാവും ചെയ്യും. എവിടെ? ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ. അപ്പോൾ ടോപ്പിൽ എത്തുമ്പോൾ ആര് മാത്രമേ കാണൂ? u cos theta മാത്രമേ കാണൂ, u sin theta ഉണ്ടാവില്ല. ഓക്കേ അല്ലേ? ഇനി അടുത്ത്, a projectile has an acceleration of dash in vertical direction. ഒരു പ്രൊജക്ടൈലിന് വെർട്ടിക്കലിലേക്ക് ആക്സിലറേഷൻ ഉണ്ടോ? ഉണ്ട്. വെർട്ടിക്കലിലേക്ക് ആക്സിലറേഷൻ ഉള്ളൂ. വെർട്ടിക്കലിലേക്ക് എത്ര ആക്സിലറേഷൻ ഉണ്ട്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ട്. എങ്ങോട്ട്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഓക്കേ അല്ലേ? ആൻഡ് ഡാഷ് ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടലിലേക്ക് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല, 0 ആണ്. മക്കളെ ഓർക്കേണ്ട കാര്യം, ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെ പോണ സമയത്ത് ആ പ്രൊജക്ടൈലിന്റെ മുകളിൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുള്ളൂ? താഴേക്കേ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുള്ളൂ. ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കേ ആക്സിലറേഷൻ ഉള്ളൂ. ഹൊറിസോണ്ടലി എന്തില്ല? ഫോഴ്സ് ഇല്ല. വെർട്ടിക്കൽ കമ്പോണന്റ് ഉള്ള ഈ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന് ഇങ്ങോട്ടേക്കോ കമ്പോണന്റും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഫോഴ്സ് വൈയിലേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സിലേക്ക് എന്തില്ല? ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് എക്സിലേക്ക് ആക്സിലറേഷൻ ഇല്ല, എക്സിലേക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി എന്താവാത്തത്? ചേഞ്ച് ആവാത്തത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, show that the path of projectile is a parabola. ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് പരാബോളയാണ് എന്ന്
ഷോ ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാധനം ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. നന്നായി ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഓക്കെ, പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ Hmax, റേഞ്ച്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊരു പരാബോളയാന്നുള്ള കാര്യം ഒന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ ഒരു പ്രൊജക്ടൈലിനെ വരക്കുന്നു ലൈക്ക് ദിസ്. ഒരു പ്രൊജക്ടൈൽ ആണ് കേട്ടോ, പ്രൊജക്ടൈൽ ആണ് ഇത്. u വെലോസിറ്റിയിലാണ് ഞാൻ എറിഞ്ഞത് കേട്ടോ, u വെലോസിറ്റിയിൽ എറിഞ്ഞു. അപ്പൊ രണ്ട് കമ്പോണൻസ്, ഒന്ന് u cos θ, ഇത് θ ആണെങ്കിൽ ഇതെന്താണ് u sin θ, ഇത് u sin θ. മനസ്സിലാക്കി വെക്കുക. ഇനി എനിക്ക് ആദ്യം കാണേണ്ടത് ലിസൺ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ മോഷൻസ് ഒന്നതാ ഇങ്ങനെ കാണിക്കാം. ലിസൺ, ഫുൾ മോഷൻ. സോ ലിസൺ. ഇവിടെ ഒരു മോഷൻ റൈറ്റിലേക്ക്, അതായത് u cos θ എന്ന വെലോസിറ്റിയിൽ ഈ പ്രൊജക്ടൈൽ ഹൊറിസോണ്ടലിലേക്ക് നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ u sin θ എന്ന വെലോസിറ്റിയിൽ ഇത് മുകളിലേക്കും പോകുന്നുണ്ട്. സെറ്റ് ആണല്ലോ, സെറ്റ്. ഞാൻ പറയട്ടെ, എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് മക്കളെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പറക്കാൻ എടുക്കുന്ന സമയം, അതായത് ഇത് മൂവ് ചെയ്യുന്ന സമയം, അതാ ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്യാപിറ്റൽ T വെച്ച് കാണിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. എടാ ഇവിടുന്ന് ഇവിടത്താനുള്ള സമയമല്ലേ, എന്താ ഇവിടുന്ന് ഇവിടത്താനുള്ള സമയമാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ ടൈമില് ഈ ഒരു കല്ല് u cos θ എന്ന വെലോസിറ്റിയിൽ എറിയാണെങ്കിൽ ആ കല്ല് ഇവിടെ എത്തിയിട്ടുണ്ടാവും. കറക്റ്റ്. ഇയാളോ u sin θ എന്ന വെലോസിറ്റി മുകളിലേക്ക് ഒരു കല്ല് എറിഞ്ഞാല് ആ കല്ല് മുകളിൽ പോയി താഴേക്ക് വരുന്ന ഈ ഒരു ഹൈറ്റിൽ എത്തിയിട്ട് താഴേക്ക് തിരിച്ചു വരും. എന്ന് പറഞ്ഞാല് ഈ പ്രൊജക്ടൈൽ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഞാൻ ഈ പ്രൊജക്ടൈലിനെ ഇങ്ങനെ u വെലോസിറ്റിയിൽ എറിയുന്ന സമയത്ത് വേറെ രണ്ടാൾക്കാരെ, ഒരു u cos θയിൽ ഇങ്ങോട്ട് ഒരാൾ പോകുന്നുണ്ടെന്ന് സങ്കല്പിക്കാം, u sin θയിൽ ഒരു കല്ല് മുകളിലേക്കും എറിയുന്നുണ്ട് സങ്കല്പിക്കാം. സോറി, ഇത് u cos θ അല്ല, സോറി, u sin θ എഴുതിയ മാറിപ്പോയതാണ്. u sin θ, ഓക്കേ ആണല്ലോ. Now listen, അങ്ങനെ എറിയാണെങ്കിൽ ഈ കല്ല് ദാ ഇവിടെ എത്തുമ്പോൾ, ഓക്കേ, ഈ പ്രൊജക്ടൈൽ ദാ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഇവിടെ എത്തിയിട്ടുണ്ടാവും. ആ മുകളിലേക്ക് എറിഞ്ഞാലോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ സാധനം ദാ ഈ സാധനങ്ങളെ ആ രണ്ടിന്റെ പ്രൊജക്ഷൻ ആയിരിക്കും നമ്മൾ ശരിക്കുള്ള പാർട്ടിക്കിൾ ഉണ്ടാവുക. എന്ന് പറഞ്ഞാല് ഇവന്റെ മോഷൻ എന്ന് പറയുന്നത് ഇവന്റെ മോഷന്റെയും ഇവന്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷന്റെയും എന്താണ് കോമ്പിനേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇയാൾ ഇവിടെ എത്തുമ്പോഴോ, അപ്പൊ നമ്മൾ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടാവും. മറ്റേയാളോ, മറ്റേയാൾ അവിടെ എത്തിയിട്ടുണ്ടാവും. കാര്യം ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ എത്തുമ്പോഴേക്കും ഇവൻ മുകളിൽ പോയി താഴെ എത്തിയിട്ടുണ്ടാവും, മുകളിൽ പോയി താഴെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇവനോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഇയാൾ ഇവിടത്തുള്ള സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവൻ ഇവിടത്തുള്ള സമയം എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റാ. ഇവൻ പൊങ്ങി താഴെത്തുള്ള സമയം എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇവനെ പൊക്കും, ഇവനെ പൊക്കിയിട്ട് ഞാൻ അവള് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണും. എങ്ങനെ നോക്ക്, ഇതാ u sin θ എന്ന വെലോസിറ്റിയിൽ ഒരാൾ പോകും. സോ y യിലേക്കുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താ, u sin θ. മുകളിലേക്ക് ആയതുകൊണ്ട് അത് പ്ലസ് ആ. അങ്ങനെ ടോപ്പിൽ എത്തുന്നു, അത് മടങ്ങി വരുന്നു. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ വരിക, താഴെത്തുമ്പോൾ sy 0 ആയിരിക്കും. Now what is അവന്റെ ay, y യിലേക്കുള്ള ആക്സിലറേഷൻ എന്താ, -g, താഴേക്ക് ആയതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? സോ ടൈം കാണാൻ വേണ്ടി ഞാൻ s is equal to ut plus half at square എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ sy is equal to uyt plus half ayt square ഉണ്ടാവും. എന്താണ് sy? 0. എന്താ uy? u sin θ. എന്താണ് t? ടൈം ഓഫ് ഫ്ലൈറ്റ് plus half into ay minus g into t square ഉണ്ടാവും. ഓക്കേ അല്ലേ? സോ minus half g t square ലെഫ്റ്റ് എടുത്താൽ എന്താ, half g t square is equal to u sin θ into t ഉണ്ടാവും. ഈ ടിയും ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ what will becomes t? t എന്ന് പറഞ്ഞാൽ 2u sin θ by g ഉണ്ടാവും. ഇതാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കേ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി മക്കളെ എന്താണ് Hmax അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ്? ഓക്കേ അല്ലേ? മാക്സിമം ഹൈറ്റ് എന്താണ്? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റ് നമ്മൾ കാണുന്നു. ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ പോകുന്ന മാക്സിമം ഹൈറ്റ് അല്ലേ ആണ്. അപ്പൊ ഞാൻ ഇവനെ പൊക്കുകയാണ്. അവനെ പൊക്കുമ്പോൾ നോക്കിക്കോട്ടുക, അവൻ പോകുന്ന മാക്സിമം ഹൈറ്റ് കണ്ടാൽ മതി. പ്രൊജക്ടൈൽ പോയ ഹൈറ്റ് കിട്ടും. സോ ഇവനെ എറിഞ്ഞ വെലോസിറ്റി എന്താ, uy plus u sin θ ആണ്. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി vy അത് 0 ആണ്, ടോപ്പിൽ എത്തുമ്പോൾ 0. അവന്റെ ആക്സിലറേഷൻ എന്താ, ay എന്താ, -g ആണ്.
Now here maximum height കാണണം. So displacement covered by this body എന്താണ് hmax ആണ്. So ഇവിടെ ഞാൻ v square is equal to u square plus 2as എന്നുള്ള equation അപ്ലൈ ചെയ്യുമ്പോൾ vy square is equal to uy square plus 2ay sy ഉണ്ടാവും. എന്താ vy square 0 square ആ. എന്താ uy square u sin theta ന്റെ whole square ആ. പ്ലസ് എന്താ 2 into ay എന്താ minus g sy എന്താ hmax. ഓക്കേ ആണല്ലോ? റെഡി. That is equal to 0 is equal to u square sin square theta minus 2g hmax എന്നുണ്ടാകും. ആ minus 2g hmax ലെഫ്റ്റ് എടുത്താൽ 2g hmax is equal to u square sin square theta എന്താണ് hmax? u square sin square theta by 2g ഇതാണ് hmax ന്റെ ഇക്വേഷൻ. ഇനി ലാസ്റ്റ് ഒരാൾ കൂടിയേ ഉള്ളൂ, റേഞ്ച്. മക്കളെ എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് റേഞ്ച്. അത് കാണാൻ ഇവനെ പൊക്കുക. ഇവൻ പോകുന്ന ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് ആണ്. അപ്പൊ ഞാൻ പറയാണതാ അവനെ പൊക്കുന്നു. അവൻ u cos θയിൽ പോകുന്ന ഡിസ്റ്റൻസ് u cos θയിൽ ദാ ഇവിടെ വരെ പോകും. എത്ര സമയം കൊണ്ടാണ് അവൻ ഇവിടുന്ന് ഇവിടത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇവൻ ഇവിടത്തെ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ ടൈം ടേക്കൺ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് ആ. ux എന്താ എക്സിലേക്കുള്ള വെലോസിറ്റി എന്താ u cos θ. ടൈം ടേക്കൺ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് ആ. അപ്പൊ ഇത് യൂണിഫോം വെലോസിറ്റി ആ. അതുകൊണ്ട് ആക്സലറേഷനുള്ള ഇക്വേഷൻ അല്ല വരിക. വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെച്ചാൽ മതി. അപ്പൊ എന്താ മക്കളെ പറ, ഇവിടുത്തെ sx എക്സിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ റേഞ്ച്. അപ്പൊ എന്താ വരിക, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് ആണ്, വെലോസിറ്റി u cos θ ആണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. സോ u cos θ ഇൻടു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ 2u sin θ by g ആണ്. That is equal to u into u square ആണ്. പിന്നെ 2 sin θ cos θ എന്താവും sin 2 θ ആകും by g. ഇക്വേഷൻ കിട്ടി. What is range? Range is equal to u square sin 2 θ by g. It's very simple. അങ്ങനെ മൂന്ന് ഡെറിവേഷൻസ്. ഈ മൂന്ന് ഡെറിവേഷൻസിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്? ഇനിയാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത്? ഒരു പ്രൊജക്ടൈലിനെ ഞാൻ എന്താ എറിയാണ്. ആ എറിഞ്ഞ സാധനം എന്താ പോവാണ്. എങ്ങനെ പോവാണ്? ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴും. അങ്ങനെ വന്ന് വീഴുമ്പോൾ ഇയാളെ എറിയുന്ന വെലോസിറ്റി u ആണെങ്കിൽ ഈ കമ്പൗണ്ട് എന്താ മക്കളെ പറ, അതെന്താ? This will be u cos θ if this angle is theta, and this will be u sin θ. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ u cos θയും u sin θയും ഞാൻ അവിടെ കാണിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ പ്രൊജക്ടൈൽ ദാ ഇവിടെ എത്തി. അവിടെ എത്തിയാൽ ഞാൻ u cos θയിൽ ഹൊറിസോണ്ടലിലേക്ക് വിട്ട ആള് ഇവിടെ എത്തിയിട്ടുണ്ടാവും. u cos θയിൽ ഹൊറിസോണ്ടലിലേക്ക് വിട്ട ആള് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതേ സമയം സോറി ഇവിടെ അല്ല, കുറച്ചിങ്ങോട്ട് ട്ടോ. കറക്റ്റ് അവിടെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതേ സമയം മുകളിലേക്ക് വിട്ട ആള് റോക്കറ്റ് മുകളിലേക്ക് വിട്ടത് ഇവിടുന്ന് u sin θയിൽ മുകളിലേക്ക് വിട്ട ആൾദാ ഇവിടെയും എത്തിയിട്ടുണ്ടാവും. സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തെ സമയം t ആണെങ്കിൽ ഈ ടൈമും t ആണ്, ഈ ടൈമും t ആണ്. സോ ഞാൻ ടൈം ടേക്കൺ t എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ sx x എന്ന് വിളിക്കുകയാണ്. ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ sy y എന്ന് വിളിക്കുകയാണ്. ഓക്കേ ആണല്ലോ? ഇനി മക്കളെ നോക്കട്ടോ. ഇനി ഞാൻ ഈ ഒരു കേസ് എടുക്കാൻ പോവാ. ആ കേസിൽ displacement is equal to velocity into time ആവരെ അല്ലേ? എന്താ ഡിസ്പ്ലേസ്മെന്റ്? x ആണ്. x is equal to u cos θ into t. t എന്താ? x by u cos θ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിനെ പൊക്കാൻ പോവാ. ഇത് പൊക്കുമ്പോ അവിടെ എന്തുണ്ടടാ? അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ay minus g ആണ്. sy plus y ആണ്. uy എന്താ? u sin θ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഇവിടുന്ന് ഇവിടത്തെ സമയം t തന്നെ അല്ലേ, ടൈം ടേക്കൺ t തന്നെ. അപ്പൊ ഞാൻ അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ sy is equal to uyt plus half ayt square നമ്മുടെ ഇക്വേഷൻ. അതിൽ കൊടുക്കുമ്പോൾ sy എന്താ? y ആ. y is equal to uy എന്താ? u sin θ into t ഉണ്ട് അല്ലേ, പ്ലസ് ഹാഫ് into ay എന്താ? minus g into t square എന്ന് കാണും. സെറ്റ് ആണെന്ന് വിചാരിക്കണം. ഇനി that is y is equal to എന്താ മക്കളെ? u sin θ അങ്ങനെ തന്നെ എഴുതി. എന്താ t ഇവിടുന്ന് കിട്ടിയല്ലോ. എന്താ? x by u cos θ. അപ്പൊ എന്താ? x by
u cos theta minus half g t ക്ക് എന്ത് കൊടുക്കുക x by listen t ക്ക് എന്ത് കൊടുക്കുക x by u cos theta ന്റെ whole square എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക ഈ u കട്ട് ആവും. അതാ x tan theta minus g x square by 2 u square cos square theta എന്ന് വരും. ഇതാണ് മക്കളെ എന്ത് വരിക y. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. അതായത് ഈ പ്രൊജക്ടൈലിന്റെ x ഡിസ്പ്ലേസ്മെന്റും y ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം സ്ക്വയർ ഡിപെൻഡൻസ് ആണ്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും പോവുക. ലീനിയർ ഡിപെൻഡൻസ് ആയിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലോ സ്ക്വയർ ഡിപെൻഡൻസ് ആയതുകൊണ്ട് ഒരാൾക്കേ സ്ക്വയർ പാടുള്ളൂ എക്സിനോ വൈക്കോ. അപ്പൊ അത് പരാബോളിക് ഷേപ്പിലാ പോവാ, സംശയിക്കണ്ട. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ ആൻസർ. ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാണ് ഞാൻ പറഞ്ഞ ആ സംഭവം എഴുതാം. ഇത്രയും കാര്യം എഴുതുക. ഇതാണ് എന്തിനുള്ള പ്രൂഫ്. എന്താണ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ. ഓക്കേ ആണോ? പരാബോളയാണ് എന്ന് പ്രൂഫ്. ഈ ഒരു സാധനം നിങ്ങൾ എഴുതണം. ചോദിച്ചാൽ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കേ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഒരു എക്സിലേക്കുള്ള മൂവ്മെന്റിൽ നിന്ന് ടൈം കണ്ടെത്തിയിട്ട് അത് വൈയിലേക്കുള്ള മൂവ്മെന്റിന്റെ ഇക്വേഷന് ടൈമിന് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കേ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ടൈം ഓഫ് ഫ്ലൈറ്റും Hmaxും റേഞ്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി what is the angle of projection for maximum horizontal range? മക്കളെ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u square sin 2 theta by g. റേഞ്ച് ഏത് ആംഗിളിലാ മാക്സിമം ആവുക? റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ ഇത് മാക്സിമം ആവണം. sin 2 theta മാക്സിമം ആവണം. sin 2 theta മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ sin 2 theta ന്റെ മാക്സിമം വാല്യൂ ആണ് എത്ര? 1. sin 2 theta 1 ആവണമെങ്കിൽ 2 theta 90 ഡിഗ്രി ആവണം. അപ്പൊ തീറ്റ എന്താവണം? 90/2 45 ഡിഗ്രി. അപ്പൊ എത്ര ആംഗിൾ? തീറ്റ 45 ആവുമ്പോ 2 തീറ്റ 90 ആവും. അപ്പൊ sin 2 തീറ്റ എന്താവും? sin 90 ആവും. sin 90 1 ആണ്. അപ്പൊ അത് 1 ആകുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുക. അപ്പൊ റേഞ്ച് becomes maximum when theta is 45 degree. That's it. അടുത്ത what is the maximum value of horizontal range? എടാ maximum value of horizontal range. റേഞ്ചിന്റെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ Rmax എങ്ങനെ? u square sin 2 theta by g. sin 2 theta 1 ആവുമ്പോഴല്ലേ റേഞ്ച് മാക്സിമം ആവല്ലേ? അപ്പൊ sin 2 theta ക്ക് 1 എന്ന് കൊടുക്ക്. അപ്പൊ എന്താ? u square sin 2 theta by g എന്നുള്ളത് u square into sin 90 by g. അപ്പൊ എന്താ? u square into 1 by g, u square by g ഉണ്ടാവും. അതാണ് എന്ത്? മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ. ഇനി അടുത്ത് രണ്ട് ആംഗിളുകളിൽ ഒരേ റേഞ്ച് ഉണ്ടാവാറുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? theta and 90 minus theta. ഏതൊക്കെയാണ്? theta and 90 minus theta produces the same range. എന്ന് പറഞ്ഞ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ തീറ്റക്ക് 40 എന്ന് കൊടുത്താൽ ഓക്കേ, പിന്നെ മറ്റേ 90 minus 40 എത്ര? 50, മറ്റേ 50 ഉണ്ടാവും. ഇനി തീറ്റക്ക് 30 ഡിഗ്രി എന്ന് കൊടുത്താൽ മറ്റേ 60 ഡിഗ്രി ഉണ്ടാവും. തീറ്റക്ക് 20 ഡിഗ്രി എന്ന് കൊടുത്താൽ മറ്റേത് 70 ഡിഗ്രി ഉണ്ടാവും. ഇതിനെ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കും. ഈ രണ്ട് ആംഗിളിൽ നിങ്ങൾ പ്രൊജക്ടൈലിനെ എറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം റേഞ്ച്. അപ്പൊ സെയിം റേഞ്ച് കിട്ടുന്ന രണ്ട് ആംഗിൾസ്, മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ, ഇതിനെ കുറിച്ച് ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷനെ കുറിച്ച് ധാരണ ഉണ്ടാവണം, നിർബന്ധമാണ് കേട്ടോ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. A cricket ball is thrown at a speed of 28 meter per second. So മക്കളെ എന്താ പറ? u എത്രയാണ്? u 28 meter per second ആണ്. In a direction 30 degree above the horizontal. അപ്പോൾ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആ തന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീറ്റ എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഇനി കാൽക്കുലേറ്റ് മാക്സിമം ഹൈറ്റ്. എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ മാക്സിമം ഹൈറ്റ്? Hmax is equal to u square sin square theta by 2g. u square എന്ന് പറയുമ്പോൾ 28 square into sin square 30 divided by 2 into 9.8. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നേരെ അങ്ങ് സോൾവ് ചെയ്യാം. sin square 30 എത്രയാണ്? sin 30 1/2 ആ. അപ്പോൾ sin square 30 1/4 ആ. അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 28 square into 1/4 by 2 into 9.8. This solve ചെയ്യാം, you will get the answer. ഞാൻ അത്രേ ചെയ്യുള്ളൂ. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. The time taken by the ball to return to the same level. Okay, അതായത് ആ ബോൾ തിരിച്ചെത്താനുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എങ്ങനെ മക്കളെ കാണാം? സിമ്പിൾ. ടൈം ഓഫ് ഫ്ലൈറ്റ് is equal to 2u sin theta by g ആണ്.
u നമുക്കറിയാം u 28 ആണ്, sin theta sin 30 ആണ് by g ഉണ്ടാവും. sin 30 പറഞ്ഞാൽ half ആ, അപ്പോൾ 2 into 28 into half divided by g 9.8 2 കട്ട് ആവുമ്പോൾ എന്താ 28 by 9.8 ഉണ്ടാവും. approximately 3 ന്റെ അടുത്തുണ്ടാവും ആൻസർ. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, അത്രയും സെക്കൻഡ്സ്. ഇനി സി ക്വസ്റ്റ്യൻ, distance from the thrower to the point where the ball returns to same level. ഒന്നുമില്ല, ആ ബോൾ എറിഞ്ഞ അവിടെ മുതൽ ആ ബോൾ താഴെത്തുന്ന വരെ ഡിസ്റ്റൻസ്, അതല്ല റേഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ റേഞ്ച് ആ കാണാൻ പറഞ്ഞത്. വാട്ട് ഈസ് റേഞ്ച്? u square sin 2 theta by g is equal to 28 square into sin 2 into 30 by 9.8, that is equal to 28 square into sin 60, അത് √3 by 2 by 9.8. സോൾവ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഓക്കേ, ഇതാണ് ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന രീതി. മക്കളെ each and every part ടച്ച് നമ്മൾ പോകട്ടെ മക്കളെ, ശ്രദ്ധിക്കാം. what do you mean by uniform circular motion? Uniform circular motion എന്ന് പറഞ്ഞാൽ a body is said to be in uniform circular motion if it moves along a circular path with constant speed. ഒരു ബോഡി സർക്കുലർ പാത്തിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ that body is said to be in uniform circular motion. ഓക്കേ ആണല്ലോ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, give an example for motion in which speed is constant but velocity is varying. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വെലോസിറ്റി മാറുന്നുണ്ട്. എടാ മക്കളെ, ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അതിന്റെ സ്പീഡ് മാറുന്നില്ല, സ്പീഡ് കോൺസ്റ്റന്റ് ആ, പക്ഷെ അതിന്റെ എന്ത് മാറും? വെലോസിറ്റി മാറും. അത് എങ്ങനെ പോയാലും സർക്കുലർ മോഷൻ ആണോ, എന്തായാലും വെലോസിറ്റിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയി മാറിയിരിക്കും. അതായത് ഇവിടെ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റി ഇങ്ങനെ ആയിരിക്കും, ഇവിടെ വെലോസിറ്റി ഇങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, വെലോസിറ്റിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയി മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറുന്നുണ്ട്. Since velocity is a vector quantity, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാറണമെന്ന് നിർബന്ധമല്ല, ഡയറക്ഷൻ മാറിയാലും മതി. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് മാറിയാലും കുഴപ്പമില്ല, ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് അത് എന്ത് മോഷനാ, അതിന്റെ വെലോസിറ്റി എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വെലോസിറ്റി എന്താ, വാരിയിങ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ഏതാ കൊടുക്കാം? യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give an example for a motion in which speed is constant still accelerating. സ്പീഡ് മാറുന്നില്ല, പക്ഷെ അതിന് ആക്സിലറേഷൻ ഉണ്ട്. ഓക്കേ, അതായത് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ മക്കളെ ഈ ബോഡിക്ക് എപ്പോഴും സെന്ററിലേക്ക് എന്നോണം എന്തുണ്ടാകും? ആക്സിലറേഷൻ ഉണ്ടാവും. അവിടുത്തെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഓക്കേ, എവിടുന്നും സെന്ററിലേക്ക് എന്നോണം എന്തുണ്ടാവും? ആക്സിലറേഷൻ ആക്ട് ചെയ്യും. ഓക്കേ അല്ലേ? അപ്പൊ എന്താ, യൂണിഫോം സർക്കുലർ മോഷനിലാണോ സ്പീഡ് മാറൂല, പക്ഷെ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത്, വാട്ട് ഈസ് പീരിയഡ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയത്തിന് പീരിയഡ് എന്നും ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കുന്ന റെവല്യൂഷൻസിന്റെ എണ്ണത്തെ ഫ്രീക്വൻസി എന്നും പറയും. സോ വാട്ട് ഈസ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ്. എന്താ ടൈം പീരിയഡ്? എന്താ ടൈം പീരിയഡ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ആണ്. സോ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ആണ് 2π by omega ഉണ്ട്. ഓക്കേ, അല്ലെങ്കിൽ t by n. ടൈം ടേക്കൺ ഫോർ n റെവല്യൂഷൻ ആണ് t. n എന്താ? n revolutions made in t seconds ആണ്. സോ ഈ ഇക്വേഷൻ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ആണ്. ഇനി അടുത്ത ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ മക്കളെ എന്തുണ്ട്? 2π യെസ് 2π ഇനി വല്ലോ ഒമേഗ അപ്പോൾ തരാം. One second. nu is equal to omega by 2π എന്നുണ്ടാവും, അല്ലെങ്കിൽ n by t എന്നുണ്ടാവും. ഇത് എന്തിന്റെ എക്സ്പ്രഷൻ? ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ. ഓക്കേ അല്ലേ? ഓക്കേ, രണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ള. ഇനി അടുത്ത്, വാട്ട് ഈസ് ഫ്രീക്വൻസി? നമ്മൾ പറഞ്ഞു. അടുത്ത്, ഫ്രീക്വൻസി യൂണിറ്റ് ഹെർട്സ് ആണ്, ടൈം പീരീഡ് സെക്കൻഡ്സ് ആണ് ട്ടോ. ഇനി അടുത്ത്, എന്താണ് ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ എന്താ? സാധാ വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? പൊസിഷൻ ആണ് എന്ത്? സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ ബോഡി ഇൻ 1 സെക്കൻഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആംഗുലാർ വെലോസിറ്റി അല്ലേ ചോദിച്ചു. എന്താ? ഇറ്റ് ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ ബോഡി ഇൻ 1 സെക്കൻഡ് ആണ്. അപ്പൊ എന്താ ആംഗുലാർ വെലോസിറ്റി ഇക്വേഷൻ? ഒമേഗ is equal to angular displacement by time taken. അല്ലെങ്കിൽ നമുക്ക് 2π by t എന്ന് എഴുതാം.
അല്ലെങ്കിൽ നമുക്ക് 2 പൈ ന്യൂ എന്ന് എഴുതാം. ഇനി ഇൻസ്റ്റന്റേനിയസ് ആണ് കാണേണ്ടതെങ്കിൽ d തീറ്റ ബൈ dt എന്ന് എഴുതാം. ഇതൊക്കെ എന്താണ് ആംഗുലാർ വെലോസിറ്റിന്റെ ഇക്വേഷൻസ് ആണ്, മനസ്സിലാക്കി വെക്കുക. And next question, derive the relation connecting angular velocity and linear velocity. Linear velocity യും angular velocity തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുതണം. എടാ മക്കളെ നോക്കടാ, ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യാണ്. ഓക്കേ, ഇങ്ങനെ പോയിതാ ഇവിടുന്ന് A എന്ന പോയിന്റിൽ നിന്ന് അത് B എന്ന പോയിന്റിലേക്ക് എത്താണ്. അപ്പോൾ അത് കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും മക്കളെ, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് AB ബൈ ഇതിന്റെ റേഡിയസ് r ആക്കി എടുക്കുകയാണെങ്കിൽ ബൈ r എന്ന് പറയും. ആർക്ക് ലെങ്ത് AB ബൈ r. ഈ A യും B യും രണ്ട് പോയിന്റ്സ് കണ്ടില്ലേ, അത് വളരെ അടുത്തടുത്ത രണ്ട് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആർക്ക് ലെങ്ത് ആണ്. സെറ്റ് അല്ലേ? ഓക്കേ, സോ ദാറ്റ് ഈസ്, അപ്പോൾ ഞാൻ എഴുതാണ് മക്കളെ, ഇതിനെ ഞാൻ ഡെൽറ്റ x എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ ഡെൽറ്റ x ബൈ r എന്ന് എഴുതാം. രണ്ട് ഭാഗവും ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ വരിക, ഡെൽറ്റ x ബൈ r ഉണ്ട്, ഡെൽറ്റ t വരും. രണ്ട് ഭാഗത്തും ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ഡെൽറ്റ t ടെൻഡ്സ് ടു 0, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ t ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ t ടെൻഡ്സ് ടു 0, ഡെൽറ്റ x ബൈ r ഡെൽറ്റ t. ഇവിടെ മക്കളെ എന്താ വരിക നോക്കടാ, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ t, ലിമിറ്റ് ഡെൽറ്റ t ടെൻഡ്സ് ടു 0, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ t, അത് d തീറ്റ ബൈ dt ആണ്, ഈസ് ഈക്വൽ ടു 1 ബൈ r പുറത്തേക്ക് എടുത്താൽ മെച്ചം എന്താവും, dx by dt ആവൂലേ. അപ്പോൾ എന്താ d തീറ്റ ബൈ dt എന്താ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി. എന്താ വരിക 1 by r into linear velocity വരും. എന്താ മക്കളെ v വരിക, v is equal to r omega എന്ന് വരും ല്ലേ. അപ്പോൾ എന്താ linear velocity, r omega. That's it. Okay, അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ linear velocity and angular velocity. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Now what is angular acceleration? മക്കളെ എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ? ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ it is a rate of എന്താ ആക്സിലറേഷൻ, rate of change of velocity. അപ്പോൾ എന്താ ആംഗുലാർ ആക്സിലറേഷൻ, it is the rate of change of angular velocity ആണ് എന്ത് ആംഗുലാർ ആക്സിലറേഷൻ. ഇക്വേഷൻ എന്താ വരിക, ആൽഫ മറ്റേ a is equal dv by dt. ഇവിടെ ആൽഫ എന്താ വരിക, d omega by dt എന്നാണ് വരിക. സെറ്റ് ആണല്ലോ, റെഡി. ഇനി അടുത്ത് ഡിഫൈൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ കറങ്ങുന്ന സമയത്ത്, ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ കറങ്ങുന്ന സമയത്ത് ആ ബോഡിയിൽ നിന്ന് സെന്ററിലേക്ക് എന്നോണം എങ്ങോട്ടേക്കാ, ടുവാർഡ്സ് ഇറ്റ്സ് സെന്റർ, ആ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്ക് എന്നോണം ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? When a body moves on a circular path with constant speed, then there will be an acceleration which is directed towards its center is known as centripetal acceleration. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ? v square by r ആണ്, v square by r ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ ഇക്വേഷനും പഠിച്ചു വെക്കണം, അതിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നുള്ളതും പഠിച്ചു വെക്കണം. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മകൾക്ക് സെറ്റ് ആണോ? നമ്മൾ ഏകദേശം ആ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്റർ നമ്മൾ ഏകദേശം മീൻസ് കവർ ആയിട്ടുണ്ട്. ഓക്കേ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലിസൺ, an insect trapped in a circular groove of radius 12 cm. 12 സെന്റിമീറ്റർ ആണ് റേഡിയസ് അല്ലേ. റേഡിയസ് 12 സെന്റിമീറ്റർ ഉള്ള ഒരു ഗ്രൂവ്, ഒരു വട്ടത്തുള്ള ഗ്രൂവ്. ഓക്കേ, ആ ഗ്രൂവിൽ ആര് കുടുങ്ങി, ഒരു ഇൻസെക്ട് കുടുങ്ങിയത്, അങ്ങനെ കുടുങ്ങി. അപ്പോൾ steadily and completes 7 revolution in 100 seconds. അപ്പോൾ എന്ത് ചെയ്യുന്നു, a revolution 100 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ന്യൂ കാണാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി എങ്ങനെ കാണാം, ഫ്രീക്വൻസി n/t വെച്ച് നമുക്ക് ഫ്രീക്വൻസി കാണാം. n എന്താ, നമ്പർ ഓഫ് റെവല്യൂഷൻസ്, എത്ര 7 ബൈ ടൈം ടേക്കൺ എത്ര 100, 7/100 ആണ് നമുക്ക് അവിടുത്തെ ഫ്രീക്വൻസി. ആയിക്കോട്ടെ, ഈ കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ, a what is the angular speed and the linear speed of motion? ആദ്യം നമുക്ക് ആംഗുലാർ സ്പീഡ് കാണാം. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 pi nu ആണ്. 2 pi nu is equal to 2 pi into nu പറഞ്ഞാൽ 7/100 ആണ്. അത് സോൾവ് ചെയ്താൽ ഒമേഗ കിട്ടി. ഓക്കേ ആണല്ലോ, ഒമേഗ കണ്ടു. ഇനി എന്താ വേണ്ടത്, ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി b is equal to r omega അല്ലേ എന്ന്.
R എത്ര മക്കളെ 12 സെന്റിമീറ്റർ 12 10⁻² ഉണ്ടാകും അല്ലേ ഇൻറ്റു ഒമേഗ പാർന്ന് കിട്ടിയല്ലോ 2 pi into 7 by 100 അത് ചാമ്പ്യൻ എന്ത് കിട്ടി ലീനിയർ വെലോസിറ്റി ആയി നിങ്ങൾക്ക് എന്താ വേണ്ടത് is the acceleration vector a constant vector what is its magnitude അതായത് ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട് സെന്റിമീറ്ററിന്റെ ഉള്ളിലേക്ക് അല്ലേ അത് കോൺസ്റ്റന്റ് ആണോന്ന് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആ പക്ഷെ ഡയറക്ഷൻ മാറുന്നുണ്ട് ഇവിടെ ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ഡയറക്ഷൻ മാറില്ലേ ഉണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട് അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണോ എന്ന് വെച്ചാൽ അല്ല പക്ഷെ വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചല്ലേ ആയിക്കോട്ടെ കാണാം അപ്പോൾ ഈസ് ദ ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ അല്ല അല്ല നോ എന്ന് എഴുതുക ഇതിന്റെ ആൻസർ എന്താണ് ഇതിന്റെ ആൻസർ എന്താണ് നോ what is its magnitude centripetal acceleration ആണല്ലോ അപ്പോൾ എന്താ മാഗ്നിറ്റ്യൂഡ് v square by r v നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് ബൈ റേഡിയസ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ r ഒമേഗ സ്ക്വയർ ചെയ്യാം r നിങ്ങൾക്ക് അറിയാലോ r അറിയാലോ ഒമേഗ ഇവിടുന്ന് കിട്ടും ചെയ്യുമല്ലോ ഏതെങ്കിലും ഒരു വഴി കാണാം അല്ലെങ്കിൽ v ഒമേഗ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഏതാ ചങ്ങൾ എഴുതുക v ഒമേഗ ഏതിൽ ചെയ്താൽ ആൻസർ ആണ് പെർഫെക്റ്റ് ആണ് റൈറ്റ് ഇങ്ങനെയാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻസും കംപ്ലീറ്റ് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു അതിൽ ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത് അത് സെന്റിമെന്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഞാൻ വീണ്ടും ഡെപ്തിലേക്ക് പോകുന്നില്ല ബിക്കോസ് നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് തീർക്കാണ്ട് സോ സെന്റിമെന്റൽ ആക്സിലറേഷൻ കാണാനുള്ള സാധനം നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം പഠിച്ചു വെക്കുക അവിടെ കൂടി ചാപ്റ്ററിലെ എൻറ്റയർ തിങ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ എന്തായാലും മോഷൻ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും നന്നായിട്ട് എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ലോസ് ഓഫ് മോഷൻ എന്താണ് ലോ ഓഫ് ഇനേർഷ്യ ഗലീലിയോന്റെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ if the net external force on a body is zero then the body will continue if it is in rest or if it is in uniform motion or uniform velocity then it will continue in that state rest ആണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും യൂണിഫോം മോഷൻ ആണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യും അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതേ ഉള്ളൂ ഓക്കേ അല്ലേ ഇനി അതാണ് എന്ത് ഗലീലിയോ ലോ ഓഫ് ഇനേർഷ്യ ഇനി what do you mean by inertia of a body inertia പറഞ്ഞാൽ എന്താ it is the inability of a body to change by itself in its state of rest or uniform motion along a straight line okay അതാണ് inertia എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല next state Newton's first law of motion in the first law every body continue in its state of rest or uniform motion along a straight line until it is compelled by an external unbalanced force അതാണ് first law every body continue in its state of rest or uniform motion along a straight line until it is compelled by an external unbalanced force ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വരുന്നത് വരെ ഏതൊരു ബോഡിയും എന്ത് ചെയ്യും അതിന്റെ റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് എടാ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ ശരിക്കും എന്താ പറഞ്ഞത് അതെന്താ പറഞ്ഞത് ഇനർഷ്യനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ആൻസർ ഡിസ്ക്രൈബ്സ് ഇനർഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മൊമെന്റം എന്താ മക്കളെ മൊമെന്റം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് എ മെഷർ ഓഫ് total quantity of motion possessed by a body ഒരു ബോഡിയിൽ ഉൾക്കൊള്ളുന്ന മൊത്തം ചലനത്തിന്റെ അളവിനെയാണ് മൊമെന്റം എന്ന് വിളിക്കുക it is a measure of total quantity of motion possessed by a body പറയാം എനിക്ക് സിംപ്ലി എന്ത് പറയാം it is a product of mass and velocity എന്ന് പറയാം p is equal to mv ആണ് മാസ് ഇൻടു കിലോഗ്രാമും v ഇൻടു മീറ്റർ പെർ സെക്കൻഡും അല്ലേ അപ്പോൾ എന്താ മൊമെന്റത്തിന്റെ യൂണിറ്റ് വരിക കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അതിന്റെ ഡയറക്ഷൻ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് എന്തുണ്ടാവുക മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക ഇത്രയും കാര്യങ്ങളാണ് മൊമെന്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് വൺ ഈസ് എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്താ മക്കളെ എന്താ the rate of change of linear momentum of a body is directly proportional to the net external force on that body ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് what write its mathematical expression മക്കളെ എന്താണ് F is equal to ma എന്ന് എഴുതിയാൽ മതി ഇതാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ F is equal to ma ഇതാണ് സെക്കൻഡ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇനി അതല്ലെങ്കിൽ F is equal to dp by dt ശരിക്കും dp by dt ആണെന്ത് സെക്കൻഡ് ലോ അവിടെ നിന്ന് ഉണ്ടായതാണെന്ത് F is equal to ma എന്ന സാധനം ഓക്കേ ആണല്ലോ റെഡി ഇനി അടുത്ത്
Why a seasoned cricketer draws his hands backward during a catch? ഒരു ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു ക്രിക്കറ്റർ എന്തിനാണ് കൈ താഴേക്ക് വലിക്കാറ്? ഇങ്ങനെ ക്യാച്ച് ചെയ്യുക. എന്തിനാ അങ്ങനെ ക്യാച്ച് ചെയ്യുന്നത് മക്കളെ? ടൈം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ടൈം കൂട്ടുക, ടൈം കൂട്ടുക. ടൈം കൂട്ടുമ്പോൾ എന്ത് കുറയും? ഫോഴ്സ് കുറയും. അപ്പോൾ എന്ത് കുറയും? പെയിൻ കുറയും. അത്രേ ഉള്ളൂ. ടൈം കൂട്ടുക. ഓക്കെ അല്ലേ? കാരണം ചേഞ്ച് ഇൻ മൊമെന്റം സെയിം ആണ്. ഒറ്റയടിക്ക് പിടിച്ചാലും പിടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് നിർത്തിയാലും രണ്ട് കേസിലും എന്ത് സെയിം ആണ്? രണ്ട് കേസിലും ഇമ്പൾസ് സെയിം ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് F1 F ഡെൽറ്റ ടി ആണ്. F into ഡെൽറ്റ ടി ആണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഈ ഇമ്പൾസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഒറ്റയടിക്ക് പിടിച്ചാലും പിടിച്ചു താഴ്ത്തിയാലും ഒക്കെ രണ്ട് കേസിലും എന്താണ്? രണ്ട് രീതി നിങ്ങൾ ട്രൈ ചെയ്താലും ഇമ്പൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇമ്പൾസ് സെയിം ആയിരിക്കുമ്പോൾ ഇമ്പൾസ് കോൺസ്റ്റന്റ് ആകണമെങ്കിൽ ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയേണ്ടേന്ന്. അപ്പൊ ടൈം കൂട്ടിയിട്ട് ഫോഴ്സ് കുറച്ചിട്ട് പെയിന് കുറക്കാൻ വേണ്ടിയാണ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ താഴേക്ക് എന്ത് ചെയ്യാൻ? താഴ്ത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ടാവും. അവിടെയും പർപ്പസ് തന്നെയാണ് ടൈം കൂട്ടിയിട്ട് ഫോഴ്സ് കുറക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ട്രെയിനിന്റെ ബോഗികൾക്കിടയിൽ ബോഗികൾക്കിടയിൽ ബഫേഴ്സ് യൂസ് ചെയ്യും. അതിന്റെയും പർപ്പസ് ഇത് തന്നെയാണ്. സെറ്റ് ആണല്ലോ? റെഡി? ഈ ഒരു കോൺസെപ്റ്റ് മക്കൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? അടാ സെക്കൻഡ് ലോ ഡിറൈവ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്താ മക്കളെ പറഞ്ഞത്? F പ്രൊപോർഷണൽ ടു dp by dt എന്നാ സെക്കൻഡ് ലോ പറഞ്ഞല്ലേ. അപ്പൊ F is equal to എന്താ? K into dp by dt എന്ന് വരും. K ന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ F is equal to dp by dt. P എന്ന് പറഞ്ഞാൽ എന്താ? P എന്ന് പറഞ്ഞാൽ എന്താ? mv ആണ്. mv. അതിൽ m കോൺസ്റ്റന്റ് ആണെങ്കിൽ m പുറത്തേക്ക് എടുക്കാം. എല്ലാ കേസിലും m കോൺസ്റ്റന്റ് വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ m എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവാറുള്ളൂ. സോ m പുറത്തേക്ക് എടുക്കുമ്പോൾ m into dv by dt വരും. That is equal to m into a എന്ന് എഴുതാം. That is net external force എന്താണ്? ma എന്നാണ് വരിക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. Next one is Newton. എന്താ ഡെഫിനിഷൻ ഫോർ ന്യൂട്ടൺ? ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 1 Newton can be defined as the force required to produce an acceleration of 1 meter per second square for a mass 1 kilogram. 1 കിലോഗ്രാം മാസിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്ന് വിളിക്കുക. ഈ രീതിയിലേക്ക് നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മതി. വെരി സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A bullet of mass 0.04 kilogram moving with a speed of 90 meter per second. ഒരു ബുള്ളറ്റ് ഉണ്ട് എന്റെ കയ്യിൽ. അതിന്റെ മാസ് എത്ര? 0.04 കിലോഗ്രാം. അതിന്റെ വെലോസിറ്റി എത്ര? 90 meter per second. Enters a heavy wooden block. അത് ഒരു ഹെവി വുഡൻ ബ്ലോക്കിലേക്ക് എന്തു ചെയ്യുന്നു മക്കളെ? എൻറ്റർ ചെയ്യുന്നു. ആ ഒരു സാധനം ഒരു വുഡൻ ബ്ലോക്കിലേക്ക് എന്തു ചെയ്യുന്നു? എൻറ്റർ ചെയ്യുന്നു. Now and it stopped after a distance of 60 centimeter. 60 സെന്റിമീറ്റർ പോയിട്ട് അത് അവിടെ നിന്നു. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ വെലോസിറ്റി 90 നമുക്ക് u എന്ന് എടുക്കാം. അപ്പൊ v എന്തായി മക്കളെ? 0 ആയി. ഇനി എന്താ ക്വസ്റ്റ്യൻ? എന്താ? What is the average resistive force exerted by the block on the bullet? ഈ ബ്ലോക്ക് ബുള്ളറ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണണ്ടേ. അപ്പൊ ആദ്യം ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ കാണണം. ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ കാണാൻ വേണ്ടി a is equation v square is equal to u square plus 2a എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. യൂണിഫോം റിട്ടാർഡേഷൻ ലാ പോയി ഉണ്ടാവുക. സോ v square 0 square ആണ് is equal to u square 90 square plus 2 into a into s is 60 10 raised to minus 2. 0.6 ഉണ്ടാവും. സോ എന്താ മക്കളെ വരിക? 2 into ഇങ്ങനെ listen 2 into a into 0.6 is equal to 90 square 9981 2 zeros ഉണ്ടാവും. സോ മൈനസ് ഉണ്ടാവേ. സോ എന്താ വരിക? a is equal to എന്താ? minus 8100 by 2 into 0.6 എന്താ? 1.2. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? ഒരു ആക്സിലറേഷൻ കിട്ടി. ആ ആക്സിലറേഷന്റെ വാല്യൂ നമ്മൾ എഴുതി വെക്കുക. ഓക്കേ, നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ വാല്യൂ കിട്ടും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് അപ്പോൾ a കിട്ടി. ഇനി കാണാൻ പറഞ്ഞ റെസിസ്റ്റീവ് ഫോഴ്സ് F is equal to ma. m into a. m എത്ര? ബുള്ളറ്റിന്റെ മാസ് 0.04 into അവന്റെ ആക്സിലറേഷൻ -8100 by 1.2 ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യാൻ ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവുക. you will get the force exerted by block on the bullet. നിങ്ങൾക്ക് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. അടുത്ത
show that Newton's second law is consistent with the first law. Okay അല്ലേ? അതായത് സെക്കൻഡ് ലോ ഫസ്റ്റ് ലോയുമായി കൺസിസ്റ്റന്റ് ആണെന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്യണം, കാണിക്കണം. അത് നോക്കണം. എന്താ സെക്കൻഡ് ലോ? F is equal to ma. F 0 ആണെങ്കിൽ ma എന്താണ്? 0. ma 0 ആണെങ്കിൽ a എന്താണ്? 0. m 0 അല്ല, അപ്പൊ a 0. അപ്പൊ മീനിങ് എന്താ? F ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡിക്ക് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ആ ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ല പറഞ്ഞാൽ എന്താ? ആ ബോഡിന്റെ വെലോസിറ്റി മാറാൻ പറ്റൂല. അപ്പൊ റെസ്റ്റ് ഉള്ള ബോഡി വെലോസിറ്റി മാറരുത്, അപ്പൊ റെസ്റ്റ് തന്നെ കീപ്പ് ചെയ്യണം. യൂണിഫോം മോഷനിൽ പോകുന്ന ബോഡി വെലോസിറ്റി മാറരുത്, അപ്പൊ യൂണിഫോം മോഷനിൽ കീപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ആയി ഫോഴ്സ് ഇല്ലെങ്കിൽ ആ ബോഡിന്റെ ആക്സിലറേഷൻ 0 ആവണം എന്ന് പറഞ്ഞാൽ ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും, യൂണിഫോം മോഷൻ ആണെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. അതല്ലേ ഫസ്റ്റ് ലോ? എവിടുന്നാ കിട്ടിയേ? സെക്കൻഡ് ലോ. അത്രേ ഉള്ളൂ. അടുത്ത് നെക്സ്റ്റ്, ഡിഫൈൻ ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇമ്പൾസ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ a large quantity of force, it is a measure of large quantity of force acting on a body for a short intervals of time എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അതാണ് ഇമ്പൾസ്, അല്ലെങ്കിൽ സിംപ്ലി പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് പറയാം. ഈ ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, a force acting on a body for a short intervals of time is known as impulsive force. ഒരു ബോഡിയിൽ ഷോർട്ട് ഇന്റർവൽസ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു നമ്മൾ. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റിലൊക്കെ ബോൾ പിന്നെ ബാറ്റ് ഉപയോഗിച്ച് ബോൾ അടിക്കുന്ന സമയത്ത് ആ ബാറ്റ് ബോളിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫുട്ബോളില് ബോൾ നമ്മൾ അടിച്ച് തെറിപ്പിക്കൂലേ? ഒരൊറ്റ കിക്കൊക്കെ എന്താ? ഇമ്പൾസീവ് ഫോഴ്സാ. ഓക്കെ, സെറ്റ്. നമ്മൾ ഹെഡ് ചെയ്യുമ്പോ ഇമ്പൾസീവ് ഫോഴ്സാ. ഇനി using Newton's second law of motion arrive at impulse momentum principle. എന്താണ് impulse momentum principle? മക്കളെ എന്താണ്? എവിടുന്ന? സെക്കൻഡ് ലോയിൽ നിന്നാണ് വേണ്ടിയല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ F is equal to മക്കളെ എന്ത് എഴുതാം? F is equal to നമുക്ക് എന്ത് എഴുതാം? സെക്കൻഡ് ലോ F is equal to dp by dt. ഓക്കേ ആണല്ലോ? dp by dt. സോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം F is equal to change in mv, change rate of change of mv minus mu by time taken അല്ലെങ്കിൽ delta t എന്ന് എഴുതാം. ഇവിടുന്ന് F into delta t is equal to mv minus mu എന്ന് എഴുതിയാൽ ഇത് ഇമ്പൾസ് അല്ലേ? ഇതെന്താ? ചേഞ്ച് ഇൻ മൊമെന്റ് അല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഇമ്പൾസ് is equal to എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ ഇമ്പൾസ് is equal to എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടി. ഓക്കേ, സെറ്റ്. A batsman hits back a ball straight in the direction of the bowler without changing its speed. Okay, 12 meter per second. അപ്പോൾ ഒരു ബോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, 12 meter per second ൽ വരുന്നുണ്ട്. ആ ബോളിനെ എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ടേക്ക്. ഇതൊരു ബാറ്റാണ്. ആ ബാറ്റിലേക്ക് ഒരു ബോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. എത്ര? 12 meter per second. സോ ഡെറിവേഷൻ കൂടുതൽ മാർക്കിന് ചോദിക്കോ? ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാവാം? പ്രോബ്ലമാറ്റിക് ആവാം, തിയററ്റിക്കൽ ആവാം, ഫുൾ ഡെറിവേഷൻസ് മാത്രം ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാണ്ടാവാം. എന്നിപ്പം എല്ലാം നമ്മൾ കവർ ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാം കവർ ചെയ്യണം. കാരണം പലപ്പോഴായിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രോബ്ലം ഉണ്ട്, തിയറി ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഡെറിവേഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എന്താ മക്കളെ പറഞ്ഞത്? A batsman hit back a ball straight in direction of bowler without changing initial speed to. അപ്പൊ എന്താ? ബോൾ ഇങ്ങോട്ട് വരുന്നു, തിരിച്ചു പോണതും എത്ര തന്നെയാണ്? 12 meter per second ൽ തിരിച്ചു പോകുന്നുണ്ട്. ആയിക്കോട്ടെ. If the mass of ball is 0.15, so ബോളിന്റെ മാസ് 0.15 കിലോഗ്രാം ആണെങ്കിൽ determine the impulse imparted to ball. സിമ്പിൾ ആ മക്കളെ. impulse imparted കാണണം. What is impulse? Change in momentum. അപ്പൊ മക്കളെ m into v minus m into u ആണ് ചെയ്യേണ്ടത് is equal to m എത്ര? 0.15 into v എത്ര? ഫൈനൽ വെലോസിറ്റി ഇതല്ലേ? എന്താ? +12 ആണ്. മൈനസ് m into എടാ ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടേക്കല്ലേ? എന്താ? -12 ആണ്. അപ്പോൾ എന്താ വരിക? is equal to 12 into 0.15 minus plus ആണ്. 12 into 0.15 ഉണ്ടാവും. അപ്പോൾ എന്താ? 2 times 12 into 0.15. this solve ചെയ്യും. അപ്പോൾ you will get എന്ത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇമ്പൾസ് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ, അങ്ങനെ ചെയ്യണം. അടുത്ത, even though action and reaction are equal and opposite,
they do not cancel each other. Why? എന്തുകൊണ്ടാണ് ആക്ഷനും റിയാക്ഷനും സെയിം ആയിട്ട് പോലും അവർ ക്യാൻസൽ ഔട്ട് ആവുന്നില്ല? ഒറ്റ ഉത്തര, ആക്ഷൻ ആക്ട് ചെയ്യുന്ന ബോഡിയിലല്ല റിയാക്ഷൻ ആക്ട് ചെയ്യുക. ഓക്കെ, two forces, action and reaction acts on different bodies. അതുകൊണ്ട് അവർക്ക് ക്യാൻസൽ ആവാൻ പറ്റില്ല. എപ്പോഴാ ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ആവല്? ഈ ബോഡി ഇങ്ങോട്ടേക്ക് എഫ് ഫോഴ്സും ഈ ബോഡിയിൽ ഇങ്ങോട്ടേക്ക് എഫ് ഫോഴ്സും കൊടുത്താൽ അത് ക്യാൻസൽ ഔട്ട് ആവും. കാരണം ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്ന സെയിം ബോഡിയിലാണ്. എന്നാൽ ഞാൻ ഈ ബോഡിയിൽ ഇങ്ങോട്ടേക്ക് എഫ് ഫോഴ്സും കൊടുത്ത് ഈ ബോഡിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് എഫ് ഫോഴ്സും കൊടുത്താൽ ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ഔട്ട് ആവോ? ഇല്ല, അത് രണ്ട് ബോഡീസിലാണ്, അതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ആവില്ല. അപ്പോൾ ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡീസിൽ ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി നോക്കുക, അതുകൊണ്ടാണ് സീറോ ആവാത്തത് കേട്ടോ. നെക്സ്റ്റ്, a man of mass 70 kg stands on a weighing scale in a lift. ഒരു ലിഫ്റ്റിന്റെ ഒരു weighing സ്കെയിലിന്റെ മുകളിൽ ഒരു മാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ആ ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു? മൂവിംഗ് upwards with a uniform speed 10 meter per second. അപ്പൊ ഈ 10 meter per second പോകുമ്പോൾ ലിഫ്റ്റിന് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് കേസ് എന്താ? ലിഫ്റ്റിന് ആക്സിലറേഷൻ ഇല്ലാത്ത കേസാ. അപ്പൊ നമ്മൾ എന്ത് കാണണം മക്കളെ? upwards എന്താ പറഞ്ഞേ? അപ്പൊ വെയിങ് മെഷീനിലെ വെയിറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, അത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, വാട്ട് വുഡ് ബി ദ റീഡിംഗ്സ് ഓൺ സ്കെയിൽ ഇൻ ഈച്ച് കേസ്? ഓക്കെ, ഈ മൂന്ന് കേസിലും സ്കെയിൽ റീഡിംഗ് എന്താ കാണിക്കുന്നത്? എന്ത് സ്കെയിലാ? വെയിങ് സ്കെയിൽ റീഡിംഗ് കാണിക്കണം, വെയിറ്റ് കാണിക്കണം. അപ്പൊ എന്താ മക്കളെ? R ആണ് കാണിക്കേണ്ടത്. R ഈക്വൽ എന്താ? ഫസ്റ്റ് കേസിൽ mg, m എത്ര? 70, g എത്ര? 10 എടുത്തോ, അപ്പൊ 700 ഉണ്ടാവും ട്ടോ. ഓക്കെ, ഇനി B കേസിൽ ഡൗൺവേർഡ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ്, താഴേക്ക് ഒരു ആക്സിലറേഷൻ വരിക. അപ്പൊ റിയാക്ഷൻ എന്താ വരിക? റിയാക്ഷൻ is equal to R is equal to m into g minus a ആണ് ഇക്വേഷൻ. താഴേക്കാണെങ്കിൽ അപ്പൊ g ക്ക് 10 കൊടുക്കുക, a ക്ക് എന്താ കൊടുക്കണ്ടേ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുക്കുക ട്ടോ. ഇനി c ആണെങ്കിലോ upwards with uniform acceleration 5. അപ്പൊ എന്താണ്? ലിഫ്റ്റ് മുകളിലേക്ക് യൂണിഫോം ആക്സിലറേഷനിൽ പോവാണ്. അപ്പൊ r എന്താ വരിക? m into g plus a എന്ന് വരും. ക്ലിയർ അല്ലേ? നേരെ ചാമ്പിയാ മതി, ആൻസർ ആയി. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what would be the reading if the lift mechanism failed and it falls down freely under gravity? അപ്പോൾ D ക്വസ്റ്റ്യനിൽ അത് ഫ്രീ ഫോൾ ആണ്, അപ്പോൾ താഴേക്കാണ്, ആക്സിലറേഷൻ g ആയി മാറി. അപ്പോൾ ഈ a എന്നുള്ള g ആക്കി കൊടുത്താൽ മതി. So what is r? R is equal to m into g minus a എന്നുള്ളടുത്ത് r becomes equal to m into g minus g ആണ് 0. ഈ ഒരു ക്വസ്റ്റ്യൻ ലിഫ്റ്റിന്റെ കേസ് ആണ്. ലിഫ്റ്റിന്റെ കേസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്ലൂ ആണ് മക്കളെ. എന്താണ്? ലിഫ്റ്റിന് ആക്സിലറേഷൻ അല്ലെങ്കിൽ r is equal to mg ആയിരിക്കും. ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേഷനിൽ പോവാണെങ്കിൽ r is equal to m into g, മുകളിലേക്ക് പോവാണെങ്കിൽ r is equal to m into g plus a ആണ്. താഴേക്ക് ആക്സിലറേഷനിൽ പോവാണെങ്കിൽ m into g minus a ആണ്. ഈ ലിഫ്റ്റിനെ കയറ് പൊട്ടി താഴേക്ക് ഫ്രീ ഫോൾ ആണെങ്കിൽ 0 ആണ് റിയാക്ഷൻ ഉണ്ടാവുക. സ്കെയിൽ റീഡിംഗ് റിയാക്ഷൻ ഈക്വലന്റ് ആയിരിക്കും, അത് ഓർത്തു വെക്കുക. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. മക്കൾ നമ്മൾ ഏകദേശം 50 ക്വസ്റ്റ്യന്റെ അടുത്തെത്താൻ പോവാണ്. 1 മണിക്കൂറും 15 മിനിറ്റും എന്ന് പറഞ്ഞാല് 60ഉം 15 ഒരു ഏകദേശം 75 മിനിറ്റ് കൊണ്ട് നമ്മള് 50 ക്വസ്റ്റ്യൻസ്. Okay, so listen, state the law of conservation of momentum. Okay, and the law of conservation of momentum. Law of conservation of momentum എന്ന് പറഞ്ഞാല് if there is no net external force on a body, then its linear momentum will be conserved. ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ മൊമെന്റം എന്താവും? കൺസർവ്ഡ് ആയിരിക്കും. ഇതാണ് the law of conservation of എന്ത്? momentum. പഠിച്ചു വെക്കണം. if there is no net external force on a body, then its momentum will be conserved. അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, prove law of conservation of momentum using second law. സിമ്പിൾ ആണ്. എടാ F external is equal to എന്താടാ? F external is equal to എന്താ? dp by dt ആണ്. അപ്പോൾ if there is no net external force പറഞ്ഞാൽ എന്താ? if F external is equal to 0, അപ്പോൾ r 0 ആകണം, dp by dt 0 ആകണം. dp by dt 0 ആയാൽ എടാ എപ്പോഴും എന്തിന്റെ ഡെറിവേറ്റീവ് 0 ആവല്? കോൺസ്റ്റന്റിന്റെ. അപ്പോൾ dp by dt 0 ആണോ? അപ്പോൾ ഒന്നും നോക്കണ്ട, p എന്താ? a constant ആയിരിക്കും. that's all, കഴിഞ്ഞു. ഓക്കേ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, prove law of conservation of momentum using third law of motion. എടാ third law വെച്ചിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? law of conservation of momentum പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ രണ്ട് ബോൾസ് കൺസിഡർ ചെയ്യാണ്. കൊളീഷൻ വെച്ചാ ചെയ്യാം ട്ടോ. രണ്ട് ബോൾസ് അവർ കൂട്ടിമുട്ടി, പിന്നെ അവർ വീണ്ടും പോയി. ഓക്കേ, സോ ലിസൺ, ഇവൻ പോകുന്ന വെലോസിറ്റി u1, ഇവൻ പോകുന്ന വെലോസിറ്റി u2, v1, ഇവൻ u2,
event v2, okay, event mass m1, event mass m2, mass m1, mass m2. ഇത് before collision, during collision, after collision. ഇനി മക്കളെ ഞാൻ പറയാണ്, ഈ കൂട്ടിമുട്ടലിൽ ഈ ബോൾ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും കൊടുക്കും, ഈ ബോൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും കൊടുക്കും. കൂട്ടിമുട്ടുന്ന ഡ്യൂറേഷൻ ഡെൽറ്റ ടി ടൈം ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് ഫോഴ്സും സെയിം അല്ലേ? F12 will be equal to minus F21 അല്ലേ? F12 1 2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും 2 1ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സും സെയിം അല്ലേ? അപ്പോൾ എന്താ ആക്ഷൻ റിയാക്ഷൻ പെയർ, അതുകൊണ്ട് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? F12 is equal to F21 എന്ന് പറയാം. എന്താ F12 1 2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ എന്താ രണ്ടാമത്തോന് കിട്ടുന്ന ഫോഴ്സ്, അപ്പോൾ എന്താ രണ്ടാമത്തോന്റെ മാസ് ഇൻടു രണ്ടാമത്തോന്റെ ആക്സിലറേഷൻ. രണ്ടാമത്തോന്റെ ആക്സിലറേഷൻ എന്താ? അവന്റെ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ അല്ലേ, is equal to F21 എന്താ മൈനസിന്റെ മൈനസ് m1 ഇൻടു അവന്റെ ഫൈനൽ മൈനസ് അവന്റെ ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. സെറ്റ് ആണല്ലോ? റെഡി. ഫ്രം ഹിയർ ഇത് രണ്ടും എന്താ കൂടാ കട്ട് ആവും. അപ്പോൾ എന്താ വരിക പറ? m2 v2 മൈനസ് m2 v1 is equal to minus m1 u2 plus m1 u1 എന്നുണ്ടാവും. ഇനി ചെയ്യേണ്ട കാര്യം ലിസൺ, 1 ഒക്കെ ഒരു ഭാഗത്തും 2 ഒക്കെ നമ്മൾ ഒരു ഭാഗത്തേക്കും മാറ്റിയെടുക്കുകയാണെങ്കിൽ നോക്കണം, m1 u1 ദാ m1 u1 അവിടെ ഉണ്ട്. ഓക്കേ, പിന്നെ m2 v2 1 സെക്കൻഡ് v2 മൈനസ് F12 എന്താ രണ്ടാമത്തെ ബോളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ m2 ഇൻടു രണ്ടാമത്തെ ബോളിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ എന്താ v2 മൈനസ് u2 ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി മൈനസ് ഈ വെലോസിറ്റി എടുക്കണം കേട്ടോ, is equal to മൈനസ് m1 ഇൻടു ഇവന്റെ മാസ് ഇൻടു ഇവന്റെ ആക്സിലറേഷൻ എന്താ v1 മൈനസ് u1 ബൈ ഡെൽറ്റ ടി എന്ന് വരും. അത് രണ്ടും കട്ടി കട്ടാവും. അപ്പോൾ എന്താ m2 v2 minus m2 u2 is equal to minus m1 v1 plus m1 u1. ഇവിടുന്ന് 1 ഒക്കെ ഒരു ഭാഗത്തും 2 ഒക്കെ ഒരു ഭാഗത്തും. അപ്പോൾ എന്താ m1 u ഒക്കെ ഒരു ഭാഗത്തും v ഒക്കെ ഒരു ഭാഗത്തും. അപ്പോൾ എന്താ ഇവിടെ m2 v2 ഉണ്ട്, അപ്പുറത്ത് m1 v1 plus m1 v1 ആവും, is equal to അപ്പുറം m1 u1 ഉണ്ട്, ഇവിടെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ m2 u2 plus m2 u2 ആവും. അപ്പോൾ എന്താ m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തേർഡ് ലോയിൽ നിന്ന് നമ്മൾ എന്ത് പറയാണ്? മൊമെന്റം കൺസർവ്ഡ് ആയി എന്ന് പറഞ്ഞു. ഇതെന്താ ബിഫോർ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റ് അല്ലേ? വേറെ മൊമെന്റാ m1 u1 plus m2 u2. ഇതെന്താ കൊളീഷന് ശേഷമുള്ള മൊമെന്റം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം തേർഡ് ലോയും നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. ചോദിച്ചേക്കാം മക്കളെ, ചോദിച്ചാൽ ചെയ്തോളൂ. ഓക്കേ, explain the recoil of gun using law of conservation of linear momentum. എടാ മക്കളെ, recoil of gun explain ചെയ്യണം. ഇത് ഗൺ ആണ്, ഉള്ളിൽ ബുള്ളറ്റ് ഉണ്ട്. ഇത് ബിഫോർ ഫയറിംഗ് ആണ്. ഓക്കേ, ഇത് ആഫ്റ്റർ ഫയറിംഗ് ആണ് മക്കളെ. നോക്ക്, ഇവൻ v വെലോസിറ്റിയിൽ പോകുന്നു, മാസ് സ്മോൾ m ആണ്, ഇവൻ ക്യാപിറ്റൽ m ആണ്, ഇവൻ ഇങ്ങോട്ട് ക്യാപിറ്റൽ v വെലോസിറ്റിയിൽ പോകുന്നു. ഇനി ഇവന്റെ മൊമെന്റം, എടാ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇനീഷ്യൽ മൊമെന്റം എന്താ? mass of gun into velocity of gun plus mass of bullet into velocity of bullet എന്താ 0 എന്ന് വരും. ഇനി p final എന്താ വരിക പറ? final momentum will be equal to എന്താ? mass of gun into mass of velocity of gun plus mass of bullet into velocity of bullet. അതിന്റെ വാല്യൂ കൺസർവേഷൻ പ്രകാരം, കാരണം ഫയറിംഗ് പ്രോസസ്സിൽ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ മൊമെന്റം കൺസർവ് ചെയ്യണം. ബിഫോർ മൊമെന്റം എന്താണോ അതിനേക്കണം ആഫ്റ്ററും. ബിഫോർ മൊമെന്റം 0 അല്ലേ, അപ്പൊ ആഫ്റ്ററും 0 ആവണം. അപ്പൊ എന്ത് പറയാം? mv plus mv should be 0. അവിടുത്തെ mv എന്താ മക്കളെ? മൈനസ് mv എന്ന് എഴുതാം. ഓക്കേ അല്ലേ? അപ്പോ ഈ ബുള്ളറ്റ് പോകുന്ന മൊമെന്റത്തിൽ തന്നെ ഗണ്ണ് ബാക്കോട്ടേക്ക് പോകണം. ഇവന്റെ മൊമെന്റവും സെയിം ആയിക്കണം. വെലോസിറ്റി സെയിം അല്ല ചെയ്യേണ്ടത്, മൊമെന്റങ്ങൾ സെയിം ആവണം. അവരെ മൊമെന്റങ്ങൾ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗണ്ണ് പുറകോട്ടേക്ക് അടിച്ചത്. അപ്പൊ ഈ മൊമെന്റും കൂടി എന്താവും? ക്യാൻസൽ ഔട്ട് ആകണം. അപ്പോഴാണ് നെറ്റ് മൊമെന്റം എന്താവുക? 0 ആവുക. കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കി വെക്കട്ടോ മക്കളെ. ഇനി അടുത്ത് obtain the expression for recoil velocity and muzzle velocity. മക്കളെ നോക്കിക്കേ, recoil velocity എന്ന് പറഞ്ഞാൽ എന്താ?
റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റീകോയിൽ വെലോസിറ്റി എന്നാൽ ഈ ഗണ്ണ് പോകുന്ന വെലോസിറ്റി അതല്ലേ ഈ ക്യാപിറ്റൽ ബി. അപ്പോൾ ഇവിടുന്ന് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു മൈനസ് സ്മോൾ എം ഇൻടു സ്മോൾ ബി ബൈ ക്യാപിറ്റൽ എം ഉണ്ടാവും. ഇതാ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. ക്യാപിറ്റൽ ബി കണ്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കേ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. A shell of mass 0.02 kg is fired by a gun of mass 100 kg. അപ്പോൾ ക്യാപിറ്റൽ എം അറിയാം എത്ര? 100 kg. ഗണ്ണിന്റെ മാസ് അറിയാം. ഷെല്ലിന്റെ മാസ് സ്മോൾ എം ആക്കി എടുക്കുക. 0.02 kg ആണ് അല്ലേ? Muzzle speed of shell is 80. Muzzle speed of shell എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ സ്വന്തം വെലോസിറ്റി അത് സ്മോൾ v അല്ലേ? is equal to 80 meter per second. എന്ത് കാണണം? ക്യാപിറ്റൽ v കാണണം. recoil velocity of gun and the recoil velocity of gun is equal to minus small m into small v by capital M is equal to minus 0.02 into v എത്ര? v 80 ആണ്. 80 divided by 100 ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യുക, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുക. കാരണം അത് ബാക്കോട്ടേക്കാണ് വരുന്നത് എന്നുള്ള മീനിങ് ആണ് നെഗറ്റീവ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the condition for equilibrium when two forces F1 and F2 act on a particle. ഒരു പാർട്ടിക്കിളിൽ F1 എന്ന ഫോഴ്സും മക്കൾ നോക്കടാ, ഒരു പാർട്ടിക്കിളിൽ F1 എന്ന ഫോഴ്സും F2 എന്ന ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ? അത് കൺകറന്റ് ഫോഴ്സ് ആയിരിക്കും. കൺസിഡർ ചെയ്താൽ മതി. ഓക്കേ, അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷന് ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് 0 ആവണ്ടേ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സിന്റെയും വെക്റ്റർ സം എന്താവണം മക്കളെ? 0 ആവണം. അപ്പോഴേ അതെന്താവുള്ളൂ? ഇക്വിലിബ്രിയം ആവുള്ളൂ. ആ രണ്ട് വെക്റ്റർ സം 0 ആവുകയാണെങ്കിൽ F1 will be equal to minus F2 എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? F1 എന്ന ഫോഴ്സ് F2 എന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാൽ അത് ഇക്വിലിബ്രിയം ആവുള്ളൂ. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആവില്ല. കാരണം ഒരു ബോഡിയിലേക്ക് ഞാൻ ഇങ്ങനെ ഫോഴ്സും കൊടുത്ത് ഇങ്ങനെ ചേർച്ച് ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഒരിക്കലും ഈ രണ്ട് ഫോഴ്സിന്റെയും സം 0 എന്ന് കിട്ടൂല. കിട്ടിയാലേ ഇക്വിലിബ്രിയം ആവുള്ളൂ, കിട്ടൂല. കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് ആവണം നിർബന്ധം. സെറ്റ് അല്ലേ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. Write a condition for equilibrium when three forces F1, F2, F3 act on a particle. ഒരു പാർട്ടിക്കിളിൽ F1 ഉം F2 ഉം F1 ഉം F2 ഉം F3 ഉം ഈ മൂന്ന് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ? മൂന്നിന്റെ വെക്റ്റർ സം 0 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇനി അവിടുന്ന് വേണമെങ്കിൽ ഈ F3 അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എന്താ? F1 plus F2 is equal to minus F3 ആയിരിക്കണം. ഇനി F2 അപ്പുറത്ത് കൊണ്ടുപോകണമെങ്കിലോ F1 plus F3 is equal to minus F2 ആയിരിക്കണം. ഇനി F1 അപ്പുറത്ത് കൊണ്ടുപോകണമെങ്കിലോ F2 plus F3 എന്തായിരിക്കണം? minus F1. ഇത് വെക്റ്റർ ആണ്, വെക്റ്റർ ആണ്, വെക്റ്റർ ആണ്, വെക്റ്റർ ആണ്. ഓക്കേ, അടുത്ത. The maximum value of limiting friction is called. മക്കളെ, limiting friction ന്റെ maximum value എന്താ വിളിക്കുക? limiting friction ന്റെ maximum value അല്ല, maximum value എന്താണ്? maximum static friction. എന്താ? limiting friction എന്നാ വിളിക്കുക അല്ലേ? അടുത്ത. State the laws of static friction. മക്കളെ, ആദ്യം എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡികൾ, ഓക്കേ, രണ്ട് സർഫസുകൾ, രണ്ട് കോണ്ടാക്ട്, രണ്ട് സർഫസ്, രണ്ട് ബോഡികൾ പരസ്പരം റിലേറ്റീവ്ലി മൂവ് ചെയ്യുമ്പോഴോ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അവിടെ ഉണ്ടാകുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ it is a property in which an opposing force is generated between two surfaces in contact in its relative motion or tends to move relatively. അതാ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കേ, ഇനി ഫ്രിക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതായത് ഒരു ബോഡിന്റെ മുകളിൽ കൂടെ വേറെ ഒരു ബോഡിയെ തള്ളുന്നുണ്ട് മക്കളെ, പക്ഷെ നീങ്ങണില്ല, അത് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് മക്കളെ എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ബോഡി വേറെ ബോഡിന്റെ മുകളിൽ കൂടെ നീങ്ങാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വിളിക്കുന്ന പേരെന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു സർഫസിലൂടെ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്താ? അത് കൈനറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കേ ആണല്ലോ? സെറ്റ്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താ? ഈ സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകത നിങ്ങൾക്ക്, സ്റ്റാറ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സ്റ്റാറ്റിക്കിന് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ ഫ്രിക്ഷൻ ആയിട്ട് ബാക്കോട്ടേക്ക് 5 ന്യൂട്ടൺ ഫ്രിക്ഷൻ ഉണ്ടായാൽ ആ ബോഡി നീങ്ങുന്നില്ല എന്നാ. അപ്പൊ ആ 5 എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാ. ഞാൻ 6 ആക്കിയാൽ ഈ ഫ്രിക്ഷനും 6 ആയാൽ അപ്പോഴും ബോഡി നീങ്ങൂല, സ്റ്റാറ്റിക് ഫ്രിക്ഷനാ. ഞാൻ 7 ആക്കിയാൽ അപ്പൊ ഫ്രിക്ഷൻ 7 ആയാൽ അപ്പോഴും ബോഡി നീങ്ങൂല, സ്റ്റാറ്റിക് ഫ്രിക്ഷനാ.
അപ്പൊ ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഫ്രിക്ഷൻ ഇങ്ങനെ കൂടും. ഞാൻ ഫോഴ്സ് കുറച്ചാലോ ഫ്രിക്ഷനും കുറയും. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കളിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടാവുന്ന ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അത് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫോഴ്സ് കൊടുത്താൽ പിന്നെ ബോഡി നീങ്ങും, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഫ്രിക്ഷൻ മാറും, ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവുക, പിന്നെ ഫ്രിക്ഷൻ ചേഞ്ച് ചെയ്യില്ല. അതായത് ബോഡി നീങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ഫ്രിക്ഷൻ ചേഞ്ച് ചെയ്യൂല. ബോഡി നീങ്ങുന്നത് വരെ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ എന്ത് ചെയ്യും, നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ആര് മാറിക്കൊണ്ടേയിരിക്കും, ഫ്രിക്ഷന് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ചോദ്യം എന്താ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആയിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞുതരാം എന്താ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മക്കളെ നോക്കൂട്ടോ, ഒരു ബോഡി, ഇതൊരു ബോഡിയാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഒന്നാമത്തെ ലോ സ്റ്റാർ എന്ന് ഓർത്താൽ മതി. STAR, സ്റ്റാർ. എന്താ S? The value of limiting friction depends on nature of two surfaces in contact. അതാണ് ഒന്ന്. അടുത്ത T. That limiting friction acts tangential to two surfaces in contact. Tangential ആയിട്ടെങ്കിൽ ഇങ്ങോട്ട്, അല്ലാണ്ട് ഇങ്ങോട്ടും 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 ഫ്രിക്ഷൻ ആക്ട് ചെയ്യില്ല. അപ്പൊ എങ്ങനെ, സർഫസിനെ ഡിപെൻഡ് ചെയ്യും, ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക, ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപെൻഡ് ചെയ്യില്ല, നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്, വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. So limiting friction is directly proportional to normal reaction. Fs is equal to mu s into r എന്ന് എഴുതാൻ പറ്റും. Okay, that's it. ഇതാണ് 4 ലോസ്. അടുത്ത state the law of kinetic friction. നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് STAR. എന്തൊക്കെ, the value of kinetic friction depends on nature of two surfaces in contact. ഇനി kinetic friction acts tangential to the two surfaces in contact. അടുത്തത്, it does not depends on area of contact. അടുത്തത്, it is directly proportional to static friction. Static frictionന്റെ പ്രത്യേകത എന്താണ്? Static frictionന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, maximum value എന്താണ് മക്കളെ, അതാണ് limiting friction അല്ലേ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞ ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, ലോസ് പറഞ്ഞില്ലേ, അതൊന്ന് ചാമ്പിയാൽ മതി. ഓക്കെ, അപ്പോ ലോസ് തന്നെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ലോസ് തന്നെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത്, show that mu s is equal to tan theta. mu s എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇല്ലടാ, അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, mu s അത് ശരിക്കും ആംഗിൾ ഓഫ് റിപ്പോസിന്റെ കേസിലുള്ള ഒരു സംഭവമാണ്. ആംഗിൾ ഓഫ് റിപ്പോസ് നിങ്ങൾക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നീങ്ങുന്നില്ല. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാ മക്കളെ? ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിയർ ആൻഡ് ടിയർ ഉണ്ട് അല്ലേ, ഒരുപാട് യൂസ്ഫുൾ എനർജി സൗണ്ട് ലോസ് ആയിട്ട് പോവാ, ഫ്രിക്ഷൻ അതുകൊണ്ട് ഹീറ്റ് ലോസ് ആയിട്ട് പോവാറുണ്ട്. ഓക്കെ, ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് എന്തുണ്ട്, അപ്പൊ വിയർ ആൻഡ് ടിയർ സംഭവിക്കാറുണ്ട്, ഹീറ്റ് ലോസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ അല്ലേ, പിന്നെ ഈ ഫ്രിക്ഷൻ കാരണം നമുക്ക് ബോഡിന്റെ മോഷൻ കുറയാറുണ്ട്. ഓക്കെ, കാറിന്റെ ഒക്കെ മോഷന്റെ സ്പീഡ് വെലോസിറ്റി കുറയാറുണ്ട്, ഇതൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫ്രിക്ഷന്റെ എന്താ പറയാ, ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് ഓഫ് സാധനങ്ങൾ പിടിക്കാൻ പറ്റുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ്. ഓക്കെ, നടക്കാൻ പറ്റുന്നത് വാക്കിംഗ്. ഓക്കെ, കാറിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാർ നിൽക്കുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ്, കാർ പോകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് ഒക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ്, മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും? ബൈ അപ്ലൈയിങ് ലൂബ്രിക്കൻസ് അല്ലേ. ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. ബോൾ ബിയറിംഗ്സ് ഉപയോഗിച്ച് നമുക്ക് ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. പിന്നെ എങ്ങനെ, നമുക്ക് ഷേപ്പ് ബോഡീസ്, ഇപ്പൊ കാറിന്റെയും പിന്നെ എയറോപ്ലെയിന്റെയും ഒക്കെ ഷേപ്പ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി നമുക്ക് എന്ത് കുറക്കാൻ പറ്റും, ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. ഓക്കെ അല്ലേ, നെക്സ്റ്റ്, a car moving on a curved level road, what are the various forces acting on the car? എടാ, ഒരു കാർ ഒരു കർവ്ഡ് ലെവൽ റോഡ് കൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ അവിടെ ആ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതൊക്കെ, ഒന്ന് കാറിന്റെ വെയിറ്റ് കാറിലാണ് ആക്ട് ചെയ്യുക, പിന്നെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും, പിന്നെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഓക്കെ അല്ലേ, യെസ്, ഹായ് ഫാസിൽ. നെക്സ്റ്റ്, derive the expression for maximum safe speed of a curved level road. curved level റോഡിലുള്ള മാക്സിമം സേഫ് സ്പീഡ് നോക്കടാ. ഒരു കാറ് ഒരു curved level റോഡിൽ കൂടെ പോവാണ്, ഒരു കാറ് ഒരു curved level റോഡിൽ കൂടെ v വെലോസിറ്റിയിൽ m മാസ് ഉള്ള കാറ് r റേഡിയസ് ഉള്ള കർവേച്ചറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കാറിന്റെ ടയർ ആണ്, ഇത് ഹെഡ്ലൈറ്റ് ആണ്, ഇതാ നമ്മുടെ കാറ്, ഇത് വൈപ്പർ ആണ്. ഓക്കെ, സോ ഈ കാർ പോവാണ്. അപ്പൊ നമ്മള് ഈ റോഡിൽ, ഇത് റോഡിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ, ടോപ്പ് വ്യൂ, ഹെലികോപ്റ്റർ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ, ഇത് കാറിന്റെ മുകൾ ഭാഗം.
ഞാൻ ഇവിടേക്ക് ഇറങ്ങി, എന്നിട്ട് കാറിന് മുന്നോട്ടേക്ക് നോക്കുമ്പോ ഇങ്ങനെയല്ലേ കാണുക, ആയിക്കോട്ടെ. അപ്പൊ ഈ കാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാറിന് ഇങ്ങോട്ട് പോവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ഇതിന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് പോവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസി കാരണം ഈ കാറിന്റെ ടയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഇതിൽ ഞാൻ ഇങ്ങോട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇതിൽ കാണിക്കേണ്ടത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ആ ഫ്രിക്ഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം? സെന്ററിലേക്ക് ആ ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം. അപ്പൊ ആ ഫ്രിക്ഷൻ ആണ് ഈ കാറിന് ആ സർക്കുലർ പാത്തിൽ പോകാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ എന്ത് ഫോഴ്സ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ പറ, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ? mv²r. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കേണ്ടത് ഫ്രിക്ഷനാ. ഫ്രിക്ഷന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ കാറ് ഇപ്പുറത്തെ പറമ്പിലുണ്ടാവും, തെറിച്ചു പോവും, സ്കിഡ് ചെയ്യും. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഫ്രിക്ഷൻ ആണ് ഇത് കൊടുക്കേണ്ടത്. അപ്പൊ ഫ്രിക്ഷന് എന്തിനുള്ള കഴിവ് വേണം? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാനുള്ള കഴിവ് വേണം. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായാലും ഫ്രിക്ഷനേക്കാൾ കുറവോ ഈക്വലോ ആയിരിക്കണം, ലിമിറ്റ് ഫ്രിക്ഷനേക്കാൾ. So mv²r is less than or equal to mu s fs. mv²r less than or equal to എന്താ? mu s into r ആണ്. r പറഞ്ഞ mg ആണ്, m കട്ടാവും. അപ്പോൾ എന്താ? v² less than or equal to mu s rg. mu s rg. What is v² less than or equal to mu s rg? What is v? root of mu s rg. അപ്പൊ v ന്റെ വാല്യൂ റൂട്ട് ഓഫ് mu s rg ന് ഈക്വലോ അതിൽ കുറവോ ആയിരിക്കണം. അപ്പൊ മാക്സിമം വാല്യൂ എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവുക? മാക്സിമം എത്ര വരെ പോവാം? റൂട്ട് ഓഫ് mu s rg വരെ പോവാം. ഈ വെലോസിറ്റി പോയാല് കാർ സ്കിഡ് ചെയ്യില്ല. ഇതിന്റെ മുകളിലേക്ക് വെലോസിറ്റി കൂട്ടിയാൽ എന്താ അവിടെ? കാർ സ്കിഡ് ആവും ട്ടോ. ഇത് BMW അല്ല, പുതിയ മോഡൽ റോൾസ് റോയ്സിന്റെ പുതിയ മോഡൽ കാർ. ഓക്കേ, സൂപ്പർ കാർ അല്ലേ? ഇനി അടുത്ത്, what do you mean by banking of curved roads? എടാ, banking of curved roads എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, in order to avoid skidding of vehicles, the outer edge of the curved road rises than the inner edge. അതായത് ഒരു curved road എടുത്തു കഴിഞ്ഞാല് ഈ curved roadന്റെ outer edge ഇതാണ്. ഇതെന്താടാ? the outer edge. ഇതെന്താ? inner edge. ഈ outer edge ഒന്ന് പൊക്കും. എന്തിനേക്കാൾ? ഇന്നറിനേക്കാൾ. റോഡ് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ് ശരിക്കും റോഡ് ഉണ്ടാവും. ഒരു ചെരിവ്, അതായത് ഇവിടെ പൊങ്ങിയിട്ടും ഈ ഭാഗം താഴ്ന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? റെഡി? അപ്പൊ ലിസൺ, അപ്പൊ എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, ബാങ്കിങ് ഓഫ് റോഡ് കൊടുക്കുന്നത് എന്തിനാ? ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിഡിംഗ് ഓഫ് വെഹിക്കിൾ, വാഹനം മറിയാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിഡിംഗ് ഓഫ് വെഹിക്കിൾ, the outer edge of the road rises than the inner edge. This is known as banking of roads or rail. റെയിലിന് ചെയ്യല്ലേ, ആയിക്കോട്ടെ. ഇനി obtain the expression for maximum permissible speed of a vehicle on a banked road. Okay, write the expression for optimum speed. അപ്പോൾ maximum permissible speed കാണണം, പിന്നെ optimum speed കാണണം. രണ്ടും വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പം അത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ആ രണ്ട് കാര്യം കൂടി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് മക്കളെ. ആദ്യം നോക്ക്, ഇതാണ് നമ്മളുടെ കാർ. ഈ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സെന്റർ ആണ്, കർവേച്ചർ സെന്റർ ആണ്. ഇത് അതിന്റെ റേഡിയസ് ആണ്, ഇതിന്റെ മാസ് m ആണ്, v വെലോസിറ്റി വരികയാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഹെഡ്ലൈറ്റ് ആണ്, നമ്മളെ കാർ. ഓക്കെ, ഈ കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സോറി ഇങ്ങനെയല്ല കാർ വരയ്ക്കണം, ബിക്കോസ് ബാംഗ്ലൂർ റോഡ് അല്ലേ. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം കേട്ടാ. കാർ ഉള്ളത് മക്കളെ, കാർ ഉള്ളത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കാർ. സോ ഈ കാർ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഈ കാറിന്റെ വെയിറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യും mg. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ആക്ട് ചെയ്യും r. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ റിയാക്ഷൻ ആക്ട് ചെയ്യാം. കൂടാതെ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. ആ ആംഗിൾ തീറ്റയാണെങ്കിൽ മക്കളെ നോക്ക്, ആ ആംഗിൾ തീറ്റയാണെങ്കിൽ ആ ആംഗിൾ തീറ്റ ഞാൻ mg നെ r നെ റിസോൾവ് ചെയ്യാൻ പോവാണ്. r ന്റെ രണ്ട് കമ്പോണന്റ്സ് ഞാൻ കാണിക്കാൻ പോവാണ്. r ന്റെ ഒരു കമ്പോണന്റ് ലിസൺ, r ന്റെ ഒരു കമ്പോണന്റ് ഇത്. r ന് ഒരു കമ്പോണന്റ് ഇങ്ങനെയും റിയാക്ഷന് ഒരു കമ്പോണന്റ് ഇങ്ങനെയും. അങ്ങനെയാണെങ്കിൽ മക്കളെ പറ, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്താ? തീറ്റ. ആ ആംഗിൾ തീറ്റ ആവുമ്പോ ഈ ആംഗിൾ എന്താ? 90 മൈനസ് തീറ്റ. അപ്പൊ ഈ ആംഗിൾ എന്താ? തീറ്റ. അപ്പൊ ഇയാൾ ആരാ? r cos തീറ്റ. ഇയാൾ എന്താ? r sin തീറ്റ. r നെ ഞാൻ പൊട്ടിച്ച് രണ്ട് കമ്പോണന്റ്സ് ആക്കി. ഇനി r ന്റെ ആവശ്യമില്ല. ഇനി പറ, ഇവിടെ ആരാണ് സെന്റിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക? ഈ റിയാക്ഷൻ. കൂടാതെ ഇവിടെ ഫ്രിക്ഷനും കൂടി കാണിക്കണം മക്കളെ.
ഫ്രിക്ഷൻ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഇങ്ങോട്ടേക്ക്, കാറ് ഇങ്ങോട്ടേക്കാണ് പോകാൻ നോക്കണേ, അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടാവുക ഇങ്ങോട്ടേക്കാ ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇത് Fs ആണ്. അപ്പൊ ആ Fsന് ഞാൻ രണ്ട് കമ്പോണൻസ് കാണിക്കുകയാണെങ്കിൽ ഒരു കമ്പോണന്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണന്റ് താഴേക്കും ഉണ്ടാവും. അപ്പൊ ഇതെന്താ മക്കളെ വരിക? ഈ കമ്പോണന്റ് എന്താ വരിക? Fs cos θ ഉണ്ടാവും. ഈ കമ്പോണന്റ് എന്താ? Fs sin θ ഉണ്ടാവും. ഇനി മക്കൾ പറ, ആരൊക്കെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക? R sin θയും Fs cos θ ആണ് എന്ത് കൊടുക്കുക? സെൻട്രിപെറ്റൽ. ഇങ്ങോട്ടേക്കല്ല ആക്ട് ചെയ്യണത്, ഇങ്ങോട്ടേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് എഴുതാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആൾക്കാര് അതായത് mv²/r ആരൊക്കെയാണ്? R sin θയും പിന്നെ Fs cos θയുമാണ്. ഇനി റിയാക്ഷനെ കൗണ്ടർ ചെയ്താൽ മക്കളെ പറ, mg പ്ലസ്, നമുക്ക് ഈ രണ്ടിന്റെ സം ഈ മുകളിലേക്കുള്ള ഈക്വൽ ആവണ്ടേ, അല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയം ആവില്ല. അപ്പൊ mg പ്ലസ് Fs sin θ will be equal to എന്താ? R cos θ. From here mg is equal to R cos θ minus Fs sin θ. സെറ്റ് ആണല്ലോ? റെഡി? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഇതൊന്ന് ഞാനൊന്ന് തീരുമാനാക്കാൻ പോവാ. ഏത് മുകളിലത്തെ ഏതാ? മുകളിൽ എന്താ ഉള്ളത്? mv²/r is equal to R sin θ plus mu s R cos θ എന്നാക്കി. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. എങ്ങനെ? mv²/r is equal to R into sin θ plus mu s into cos θ എന്ന് വരും. ഇനി അടുത്ത് ഞാൻ ഈ സാധനം മാറ്റുകയാണെങ്കിൽ ഇതാ mg is equal to R cos θ minus mu s R sin θ is equal to R into cos θ minus mu s എന്ന് വരും. Okay, mu s sin θ എന്ന് വരും. This is mg. Put this equation number 1 and this equation number 2. 1 ഉം 2 ഉം ഡിവൈഡ് ചെയ്യാം. 1 ഉം 2 ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. 1/2 ചെയ്യുമ്പോൾ മക്കളെ എന്താ കിട്ടുക? mv²/r left side divided by mg is equal to R into sin θ plus mu s cos θ by എന്താണ്? R into cos θ minus mu s sin θ എന്നുണ്ടാവും. അപ്പൊ R ഉം കട്ടാവും, പിന്നെ m ഉം കട്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക? v²/rg is equal to sin θ plus mu s cos θ by cos θ minus mu s sin θ. That is v²/rg is equal to, ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും sin θ cos θ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. by ഡിനോമിനേറ്റർ എന്താ? cos θ minus mu s sin θ by cos θ ഉണ്ടാവും അല്ലേ? yes, that is equal to yes മതിട്ടോ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സെറ്റാ, ഒരു സംശയവുമില്ല. ഓക്കെ, ഇനി അടുത്ത് sin θ by cos θ പ്ലസ് mu s cos θ by cos θ by എന്താ? സ്പ്ലിറ്റാക്ക് cos θ by cos θ minus mu s sin θ by cos θ. That is equal to v²/rg is equal to മോള് tan θ plus cos θ കട്ടോ. അപ്പൊ mu s by 1 minus mu s tan θ എന്നുണ്ടാകും. So from here v² is equal to rg into tan θ plus mu s by 1 minus mu s tan θ. അപ്പോൾ v² കട്ടാവുന്ന റൂട്ട് എടുക്കുക. അപ്പൊ v is equal to rg into tan θ plus mu s by 1 minus mu s tan θ. ഇതാണ് ഏതിന്റെ ഇക്വേഷൻ മക്കളെ പറ? obtain the expression for maximum permissible speed by considering friction. ബാങ്കിങ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. ഇത് മക്കൾ നിർബന്ധമായി പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത കേസ് ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഉണ്ട് പക്ഷെ ഫ്രിക്ഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ, ബാങ്കിങ് ഉണ്ട്, റിയാക്ഷന്റെ കമ്പൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത കേസ് കാണിച്ചു തരാം. അവിടെ നോക്കണം, ബാങ്കിങ് ഉണ്ട് പക്ഷെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ അടുത്ത കേസ് നോക്കണേ, അതാണ് ഒപ്റ്റിമം സ്പീഡ് പറഞ്ഞാൽ. അപ്പൊ ഒപ്റ്റിമം സ്പീഡ് ഞാൻ കാണാൻ പോവാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ഫ്രിക്ഷൻ കാണിക്കരുത്, ഫ്രിക്ഷൻ നിങ്ങൾ 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 കാണിക്കരുത്. ഇതേ ഉള്ളൂ കേട്ടോ.
ഓക്കെ ഫ്രിക്ഷൻ കാണിക്കണ്ട ഇതാണ് സാധനം അപ്പൊ ഇവിടെ പറഞ്ഞ മക്കളെ ഇവിടെ ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക ആര് മാത്രം r sin theta മാത്രം പാവുണ്ട് mg ക്ക് കൗണ്ടർ ചെയ്യാൻ ആര് മാത്രം r cos theta മാത്രം അങ്ങ് ഡിവൈഡ് ചെയ്യും മക്കളെ അപ്പോൾ എന്താ mv square by r by mg is equal to r sin theta by r cos theta r കട്ടായി അപ്പോൾ എന്താ m കട്ടായി അപ്പോൾ എന്താ v square by rg is equal to tan theta what is v square rg tan theta what is v root of rg tan theta ഇതാണ് മക്കളെ ഒപ്റ്റിമം സ്പീഡ് ഓക്കേ ആണല്ലോ ഇത്രയുമാണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമായിട്ട് അതിൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം അത് ഫ്രിക്ഷന്റെ സെക്ഷനിലാണ് ഫ്രിക്ഷന്റെ സെക്ഷനിൽ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെക്കണം എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ എഫ് എന്ന് കൊടുക്കുക അതെന്താ അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും നമ്മളുടെ ഗ്രാഫ് ഉണ്ട് ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക അതിൽ ഇതെന്താണ് ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഈ പീക്ക് എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഇതെന്താണ് കൈൻഡ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെച്ചാൽ വണ്ടർഫുൾ ആയി ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മക്കളെ നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ചാപ്റ്റർ നമ്മൾ നീങ്ങുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ a circular racetrack of radius 300 meter മക്കളെ റേഡിയസ് എത്ര എഴുതിയിട്ടുണ്ട് എത്ര 300 മീറ്റർ ആണ് is banked at an angle of theta എത്ര 15 ഡിഗ്രിയിൽ ബാങ്കിങ് ഉണ്ട് if the coefficient of friction between wheels of a race car and road is 0.2 mu s value തന്നിട്ടുണ്ട് എത്ര 0.2 question previous year question what is the optimum speed of car race to avoid wear and tear of its tire മക്കളെ ടയറിന് wear and tear ഇല്ലാതെ പോകാവുന്ന ഒപ്റ്റിമം സ്പീഡ് ചോദിച്ചാൽ ഫ്രിക്ഷൻ ഇല്ല അപ്പോൾ ഇക്വേഷൻ v is equal to rg tan theta so first question ന്റെ ഇക്വേഷൻ എന്താ v is equal to root of rg tan theta r ന് അറിയില്ലേ g ന് അറിയില്ലേ theta അറിയില്ല tan എടുത്താ പോലെ കാൽക്കുലേറ്റർ ഇല്ലേ ജാമ്യ മതി ആൻസർ ടു അടുത്തതാ maximum permissible speed to avoid skidding എന്നാ എന്താ വണ്ടി മറിഞ്ഞു പോകരുത് മറിഞ്ഞു പോവാതെ നമുക്ക് പോകാവുന്ന മാക്സിമം സ്പീഡാ അത് ഏതാ ഫ്രിക്ഷൻ ഉള്ള കേസ് എടുക്കുക v max equal to root of rg into tan theta plus bs by 1 minus bs നേരെ കൊടുക്കുക എല്ലാരും നിങ്ങൾക്ക് അറിയാം r നിങ്ങൾക്ക് അറിയാം g അറിയാം theta അറിയാം bs അറിയാം നേരെ കൊടുക്കുക കാൽക്കുലേറ്റർ ചാമ്പുക ആൻസർ കാണാൻ ദാറ്റ്സ് ഓൾ ഓക്കേ ഇതാണ് ചെയ്യുന്ന രീതി ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്ടോ ഏകദേശം നമ്മൾ ഒരു 70 80ഓളം ക്വസ്റ്റ്യൻ 80 ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഓക്കേ 80 ക്വസ്റ്റ്യൻസ് എത്ര സമയം കൊണ്ട് അറിയോ സമയം കൊണ്ടാ 6:30 തുടങ്ങി 8:15 ആയി ചെയ്തു ഓക്കേ 2 മണിക്കൂറായില്ല 80 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു ട്ടോ ഓക്കേ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഡോട്ട് എന്താ ഡോട്ട് പ്രൊഡക്റ്റ് a dot b is equal to mod a mod b cos theta that's all simple അടുത്ത some properties of dot product ഡോട്ടിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് i dot i എന്താണ് 1 ആണ് j dot j എന്താണ് 1 k dot k 1 i dot j 0 j dot k 0 k dot i 0 a dot a mod a square ആണ് a dot a mod a square എന്താ if vector a and vector b are two non zero vectors a ഉം b ഉം 0 അല്ല and a dot b is equal to 0 then we can say that a is perpendicular to b എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയാൽ ഓക്കേ ആ രണ്ട് വെക്ടേഴ്സും 0 വെക്ടേഴ്സ് അല്ലാതെ a ഉം b ഉം 0 വെക്ടേഴ്സ് അല്ലാണ്ട് a dot b ചെയ്തപ്പോൾ 0 കിട്ടിയാൽ a ഉം b ഉം എന്താ perpendicular vectors ആ ഓക്കേ ഓർത്തോഗോണൽ വെക്ടേഴ്സ് ആ അത് ഓർത്തോണ്ടിട്ടോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഓക്കേ നെക്സ്റ്റ് വൺ ഇതൊക്കെ പറയാം എന്ത് ഡിസ്ട്രിബ്യൂട്ടർ അതായത് a dot അടുത്ത പ്രോപ്പർട്ടി ഇങ്ങനെ പറയാം എന്ത് a dot b plus c എന്താ a dot b plus a dot c ഓക്കേ ആണോ ഇനി a plus അതാണ് ഇത്രയും മതി ഇത്രയും പ്രോപ്പർട്ടീസ് മതി ഓക്കേ വേറെ ഉണ്ട് ഇത്ര മതി ട്ടാ നെക്സ്റ്റ് വൺ
If two vectors A and B are perpendicular, then their dot product will be. എടാ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ ഡോട്ട് 0 ആയിരിക്കും. സംശയിക്കണ്ട. 0 0 അടുത്ത് നേരത്തെ പറഞ്ഞത്. അടുത്ത് എന്താ വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയപ്പെടാം. എപ്പോ? If the body has a displacement along or opposite the direction of force. അതായത് ഒരു ബോഡിക്ക് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലോ ഓപ്പോസിറ്റിലേക്കോ ഡിസ്പ്ലേസ്മെന്റ് ആവുകയാണെങ്കിൽ ആ ഫോഴ്സ് ആ ബോഡിയിൽ വർക്ക് ചെയ്തു എന്ന് പറയാം. വർക്ക് എപ്പോഴും ചെയ്യൽ ഫോഴ്സാണ്. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ എന്താ? F dot S. Work is equal to F dot S. F എന്താ? ഫോഴ്സ്. S എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന് അലോങ്ങോ അഗൈൻസ്റ്റോ ആവണം. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയാൽ വർക്ക് ഡൺ 0 ആയിരിക്കും. റൈറ്റ്? ഓക്കേ. നെക്സ്റ്റ്. Write the situations in which work done by a body is 0. എത്ര കേസ് ഉണ്ട്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളെ വർക്ക് 0 ആവുക? ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതിരിക്കുക, ഫോഴ്സ് ഇല്ലാതിരിക്കുക, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുക. അപ്പോഴൊക്കെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത് give an example for zero work. Zero വർക്കിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. അതായത് ഒരു ബ്ലോക്ക് നിങ്ങൾ ഹൊറിസോണ്ടലി തള്ളി ആ ബ്ലോക്ക് മൂവ് ചെയ്തില്ല, വർക്ക് എന്താ? 0 ആണ്. ഇനി നിങ്ങൾ ഹൊറിസോണ്ടലി തള്ളിയ സമയത്ത് ആ ബ്ലോക്ക് നീങ്ങി, ബ്ലോക്ക് ഇവിടെത്തി, അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ ചോദിച്ചാൽ അത് 0 ആണ്. കാരണം എന്താ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാ? ഹൊറിസോണ്ടലിലേക്കാണ്. അപ്പൊ അത് രണ്ടും തമ്മിലാക്കുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് നമ്മൾ ചെയ്ത വർക്ക് 0 അല്ലെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. എനിക്ക് പറയാം, ഒരു ബക്കറ്റിൽ ഫുള്ള് വെള്ളമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്നു പോവാണെങ്കിൽ ബക്കറ്റ് ഇവിടെ അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ ചോദിച്ചാൽ 0. ഇനി ഞാൻ ചെയ്യുന്ന വർക്കും എന്താ? 0. കാരണം എന്താ? ഞാൻ മുകളിലേക്കാ ഫോഴ്സ് കൊടുക്കണേ, ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കാ. അപ്പൊ അവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്താ? 90. അതുകൊണ്ട് എന്താ? വർക്ക് എന്താ? 0. ഓക്കേ. നെക്സ്റ്റ്. give an example for positive work. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്താ? ഒരു ബ്ലോക്ക് നമ്മൾ തള്ളുന്നു, ആ ബ്ലോക്ക് ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, അപ്പൊ എന്താ? പോസിറ്റീവ് വർക്ക്. ഇനി ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ഒരു ബോഡി താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യുക, താഴേക്ക് വീഴുക ചെയ്യുമ്പോൾ അവിടെ mg ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? അത് പോസിറ്റീവ് ആണ്. കാരണം ഫോഴ്സ് താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റും താഴേക്കാണ്. ഇനി ഒരു കല്ല് ഞാൻ മുകളിൽ കൊണ്ടുപോവാണെങ്കിലോ, ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവാ, ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവാ. കാരണം എന്താ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കാ, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാ. അവിടെ ആ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവാ. കാരണം എന്താ? ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ആയിരിക്കും. റൈറ്റ്? ഓക്കേ. give an example for negative work. പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എപ്പോഴും നെഗറ്റീവ് വർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്താ? കാരണം എന്താ? ഒരു ബ്ലോക്ക് ഞാൻ ഇങ്ങോട്ട് തള്ളി കൊണ്ടുപോവാണ്, ബ്ലോക്ക് റൈറ്റിലേക്ക് നീങ്ങി, ഈ ബ്ലോക്ക് റൈറ്റിലേക്ക് നീങ്ങി അവിടെ എത്തി, ഈ ബ്ലോക്ക് റൈറ്റിലേക്ക് നീങ്ങി കണ്ടത് അവിടെ എത്തി, ഇവിടെ എത്തിയോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാ ഉണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കല്ലേ ഉണ്ടാവുക. ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കും ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കും അല്ലേ. അപ്പൊ എന്താ? വർക്ക് ഡൺ എന്താ? നെഗറ്റീവ് ആണ്. ഓക്കേ. നെക്സ്റ്റ്. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ കൊടുത്ത കേസിൽ വർക്ക് ഡണ്ടെ സൈൻ കണ്ടെത്തണം. വർക്ക് ഡണ്ടെ സൈൻ മക്കളെ പറഞ്ഞോ എന്താ? വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഒരു കിണറ്റിന്ന് ഒരു ബക്കറ്റ് ഫുള്ള് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊക്കുമ്പോ അയാൾ ചെയ്യുന്ന വർക്ക് എന്താ? പോസിറ്റീവ്. അയാൾ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്, വർക്ക് പോസിറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഫ്രിക്ഷൻ എപ്പോഴും നെഗറ്റീവാ ചെയ്യല്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ കൂടെ ഈ ബ്ലോക്ക് താഴേക്ക് നിരങ്ങി വീഴുകയാണെങ്കിൽ ഫ്രിക്ഷൻ മുകളിലേക്കല്ല ഉണ്ടാവുക. ഫ്രിക്ഷൻ മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെന്റോ താഴേക്ക്. അപ്പൊ എന്താ? വർക്ക് എന്താ? നെഗറ്റീവ്. ഓക്കേ. നെക്സ്റ്റ്. work done by an applied force on a body moving on a rough horizontal surface. അതാ ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ് കൂടെ ഒരു ഫോഴ്സ് കൊടുത്തു ബോഡിയിലേക്ക്. ആ ഫോഴ്സ് ബോഡി നീങ്ങുന്നുണ്ട്, ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ്. സംശയം എന്താ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലായിരിക്കും. ഇനി അടുത്തതാ work done by the resistive force on air on a vibrating pendulum. ഞാൻ പറഞ്ഞു റെസിസ്റ്റീവ് ഫോഴ്സ്, ഒപ്പോസിംഗ് ഫോഴ്സ് എപ്പോഴും ചെയ്യാൻ നെഗറ്റീവ് വർക്കാണ്. ഇനി
work done gravitational force during motion of an object on a horizontal surface. ഒരു ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? m ചെയ്യുന്ന വർക്ക് എന്താണ്? അത് സീറോ വർക്കാണ്. കാരണം എന്താ? m ഉം ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക മക്കളെ. ഇനി അടുത്ത് വർക്ക് ഡൺ ബൈ സെന്റിമീറ്റർ ഫോഴ്സ് ഓൾവേസ് സീറോ. എന്തുകൊണ്ടാ? ഇവിടെ നോക്ക്, ഇത് ബോഡി നീങ്ങും കറങ്ങുമ്പോൾ ഈ ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ എങ്ങോട്ട്? മുകളിലേക്ക് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോ ഈ ബ്ലോക്കിന് ശ്രദ്ധിക്കുക, സെന്റിമീറ്റർ ഫോഴ്സ് ഉള്ളിലേക്കായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും ആയിരിക്കും. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90. അപ്പൊ ഏത് ഇൻസ്റ്റന്റ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാലും ആ ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റും അപ്പോഴുള്ള അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സെന്റിമീറ്റർ ഫോഴ്സും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഓൾവേസ് വർക്ക് എന്തായിരിക്കും? സീറോ. അടുത്ത് ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? 746 വാട്ട്സ് ആട്ടോ. 746 വാട്ട്സ് ആണ് ഒരു HP. അടുത്ത് ഒരു കിലോവാട്ട്. കിലോവാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്താണ്? എനർജി ആണ്. ഒരു കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു കിലോവാട്ട് ഇൻറ്റു ഒരു ഹവറാ. ഒരു കിലോവാട്ട് പറഞ്ഞാൽ 1000 വാട്ടാ. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 60 എന്താ? സെക്കൻഡാ. 6 36 1 2 3 4 5 0 ഉണ്ടാവും. വാട്ട് സെക്കൻഡ്. വാട്ട് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് വാട്ട്? ജൂൾ പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്. അപ്പൊ കട്ടാവും. അപ്പൊ എന്താ ആൻസർ? 36 ലക്ഷം ജൂളിനെയാണ് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയാം. ഇതിനെ ഒരു യൂണിറ്റ് എന്നും പറയും. അത് എത്ര ജൂളാ? 36 ലക്ഷം ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കിലോവാട്ട് ഹവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. നേരത്തെ പറഞ്ഞത് ഓക്കെ, പവറിന്റെ യൂണിറ്റ് അല്ല, കിലോവാട്ട് പവറിന്റെ യൂണിറ്റ് ആണ്. കിലോവാട്ട് ഹവർ എന്തിന്റെ യൂണിറ്റ് ആണ്? പവർ ഇൻറ്റു ടൈം ആണ്. എന്താ? വർക്ക് എനർജിന്റെ യൂണിറ്റ് ആട്ടോ. വർക്കിന്റെ എനർജിന്റെ ഒക്കെ പറയാം. അടുത്ത് find the work done by force F is equal to 3i plus 4j minus 5k. പിന്നെ d എന്താ? 5i plus 4j plus 3k. അപ്പോൾ work done കാണണം. work done എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? work done is equal to F dot S ആണ്. F dot S എന്ന് പറയുമ്പോൾ i ന്റെ ഒപ്പം ഉള്ള മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് j ന്റെ ഒപ്പം ഉള്ള മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് k ന്റെ ഒപ്പം ഉള്ള മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ എന്താ കിട്ടുക? that is i ന്റെ ഒപ്പം ഉള്ള 3 into 5 plus j ന്റെ ഒപ്പം ഉള്ള 4 into 4 plus okay, ഇനി അടുത്ത എന്താ? -5 into 3 ഉണ്ടാവും. that is equal to 15 plus 16 minus 15 ഉണ്ടാവും. answer is 16 joules is the work done. Okay, next question. the energy possessed by a body by virtue of its motion is called. ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് അതുണ്ടാവുന്ന എനർജിയാണ് മക്കളെ എന്ത്? കൈനറ്റിക് എനർജി. ഇനി ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ടോ കോൺഫിഗറേഷൻ കൊണ്ടോ ഉണ്ടാവുന്ന എനർജി എന്താണ്? അത് പൊട്ടൻഷ്യൽ എനർജി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത് calculate the work done in lifting a body of mass 10 kg to a height of 10 meter above the ground. ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റർ ഹൈറ്റിലേക്ക് ഒരു ബോഡിയെ പൊക്കാൻ എത്ര വർക്ക് ചെയ്യണം? എത്ര മാസ? 10 കിലോഗ്രാം മാസ. എടാ ഇവന് എത്ര വെയിറ്റ് ഉണ്ടാവും? താഴേക്ക് 100 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ മുകളിലേക്ക് എത്ര ഫോഴ്സാ കൊടുക്കേണ്ടി? 100 അല്ലേ? അവന്റെ വെയിറ്റ് എത്രയാണോ അത്രയും ഫോഴ്സ് ഞാൻ മുകളിലേക്ക് കൊടുക്കണം. അങ്ങനെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം? ഞാൻ h ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. അപ്പൊ വർക്ക് ഡൺ എന്താ? mgh. m എത്ര? 10. g എത്ര? 10. h എത്ര? h 10. സോ എന്താണ് മക്കളെ ആൻസർ? 1000 ജൂൾ ആണ് എന്ത് നമ്മുടെ വർക്ക് ഉണ്ടാവുക. സെറ്റ് ആണല്ലോ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. two bodies of masses m1 and m2 have same momentum. ഓക്കേ, രണ്ട് ബോഡികൾക്ക് സെയിം മൊമെന്റം ആണ്. അപ്പൊ രണ്ട് മാസ് m1 m2 മാസ് രണ്ട് ബോഡികൾ ഉണ്ട്. ആ രണ്ട് ബോഡികൾക്കും എന്താണ്? സെയിം മൊമെന്റം ആണ്. ശ്രദ്ധിക്കണം, മൊമെന്റം സെയിം ആണ്. അവരെ കൈനറ്റിക് എനർജി തമ്മിൽ റേഷ്യോ കാണണം. അതിനാദ്യം റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം കാണണം. മക്കളെ എന്താ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റം p²/2m ആണ്. എന്താണ്? p²/2m ആണ്. അപ്പൊ രണ്ട് കേസ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ എന്താ? p²/2m1 ആണ് വരിക. എന്താ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി എന്താ വരിക? is equal to p²/2m2 ആണ് വരിക. അപ്പൊ എന്താ മക്കളെ റേഷ്യോ ബിറ്റ്വീൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി എന്താ? ke1/ke2 എന്താ? p²/2m1/p²/2m2 ഉണ്ടാകും. അപ്പൊ p² കട്ടാകും, 2 കട്ടാകും. ആൻസർ ഉണ്ടാവുക m2/m1 ഉണ്ടാവുക കേട്ടോ. അപ്പൊ എന്താ റേഷ്യോ? m2:m1, m2/m1 or m2:m1 ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A light body and a heavy body have same momentum. ഒരു ലൈറ്റ് ബോഡിക്കും ഒരു ഹെവി ബോഡിക്കും സെയിം മൊമെന്റംസ് ആണ്. Which one has
greater kinetic energy. ആർക്കാ kinetic energy കൂടുതൽ? മക്കളെ kinetic energy is equal to p square by 2m ആണ്. അപ്പോൾ മൊമെന്റം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൊമെന്റം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. മൊമെന്റം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ke is proportional to 1 by m എന്ന് എഴുതാം. മാസും kinetic എനർജിയും ഈ കേസിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ആണ്. ഈ കേസിൽ ഓക്കേ. അപ്പോൾ നമുക്ക് എന്താ പറയാ, മാസ് കുറഞ്ഞാക്ക് kinetic എനർജി കൂടുതൽ. അപ്പോൾ എന്താ, ലൈറ്റ് ബോഡി will have more kinetic energy. ഓക്കേ ആണല്ലോ? അടുത്ത power is the scalar product of force and velocity. Power equation എന്താ? P is equal to work by time. Work എന്താ? F dot S by T. എന്താ? displacement by time velocity ആണ്. അപ്പോൾ എന്താ? F dot V. ഓക്കേ. അപ്പോൾ എന്താ? force and velocity. അടുത്ത ക്വസ്റ്റ്യൻ. Write the characteristics of conservative force. And conservative force എന്ന് പറഞ്ഞാൽ എന്താ? conservative force ന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എഴുതാം. എന്താണ്? work done by this force does not depends on path followed. ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പറയാം. okay, work done by conservative force is equal to negative of change in potential energy നിങ്ങൾക്ക് പറയാൻ പറ്റും. okay, ഇനി work done by conservative force depends on initial and final position എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതൊക്കെ എന്തിൽ പറയാം? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയാം. ഇനി ഒരു സൈക്ലിക് പ്രോസസ്സിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസിൽ സൈക്ലിക് പ്രോസസ്സിൽ വർക്ക് ഡൺ 0 ആണ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകതയാണ്. ഓക്കേ, നെക്സ്റ്റ് give example of two conservative force. മക്കളെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനി സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് give two examples for non-conservative force. Non-conservative force in examples the friction type of force ഒക്കെ non-conservative ആണ്. frictional force, air resistance ഒക്കെ എന്താണ്? drag force ഒക്കെ എന്താണ്? non-conservative force. അടുത്ത state and prove the law of conservation of mechanical energy of a freely falling body. നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ബോർഡ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ 3 പൊസിഷനിൽ നമ്മൾ എന്ത് കാണും? ടോട്ടൽ എനർജി കാണും. ആദ്യം കൈനറ്റിക് എനർജി കാണും, പിന്നെ പൊട്ടൻഷ്യൽ എനർജി കാണും, പിന്നെ സം ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കാണും. ആ ടോട്ടൽ എനർജി 3 പോയിന്റ്സിലും സെയിം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിന്റെ പ്രൂഫ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി can neither be created nor be destroyed but it can transform from one form to another form. ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി. അതിന്റെ പ്രൂഫ് ആയിട്ട് നിർബന്ധമായി പഠിക്കണം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കേറുന്നില്ല. സെറ്റ് അല്ലേ മക്കളെ? പെർഫെക്റ്റ് അല്ലേ? ഓക്കേ, അതിന്റെ ഗ്രാഫ് പറയുകയാണെങ്കിൽ എടാ ഒരു ബോൾ മോള് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യല്ലേ. അപ്പൊ u എന്താ? 0. ഇവന്റെ അപ്പോൾ u 0 ആയതുകൊണ്ട് അവന്റെ കൈനറ്റിക് എനർജി എന്താ? 0 ആണ്. അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? mgh ആണ്. അങ്ങനെ അയാൾ താഴെ ഇവിടുത്തുമായിട്ട് നല്ല വെലോസിറ്റി ഉണ്ടാവും. നല്ല വെലോസിറ്റി മാക്സിമം ആണ്. അപ്പോൾ അയാളുടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. കൈനറ്റിക് എനർജി ½ mv². പക്ഷെ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് mgh തന്നെ കിട്ടും. ഓക്കേ, അവിടെ പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0. അപ്പോൾ ടോട്ടൽ എനർജി എന്താ? mgh. മോളിലും ടോട്ടൽ എനർജി എന്താ? mgh. ഇവിടെ എന്താ? mgh ടോട്ടൽ എനർജി വരിക. അപ്പോൾ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എനർജി ആണ്, ഇവിടെ എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് 0 ആണെങ്കിൽ ഏത് എനർജിയാ നോക്കുക? ഹൈറ്റ് 0 ആകുമ്പോൾ ഏത് എനർജിയാ ഉണ്ടാവുക? ഹൈറ്റ് 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ ഹൈറ്റ് 0 ആകുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഈ എനർജി ഏതാ? ഹൈറ്റ് 0 ആണ്. ഹൈറ്റ് 0 ആകുമ്പോൾ എനർജി ഏതാ? അത് കൈനറ്റിക് എനർജിയാ. ഇവിടുത്തെ എനർജിയാ കൈനറ്റിക് എനർജി. അപ്പോൾ ഇതേതാ? സോറി, ഹൈറ്റ് 0 ആകുമ്പോഴാണ് ഇവിടെ എനർജി കേട്ടോ. അത് 0 എനർജിയാണ് ഇവിടെ എനർജി. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി, ഇത് കൈനറ്റിക് എനർജി. ഹൈറ്റ് 0 ആകുമ്പോൾ എനർജി മാക്സിമം ആയതാ കൈനറ്റിക് എനർജിക്ക. ഹൈറ്റ് മാക്സിമം ആകുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയതിനാ കൈനറ്റിക് എനർജിക്ക. ഇനി അടുത്ത് ഈ ഗ്രാഫ് എന്താ? ഹൈറ്റ് 0 ആണെങ്കിൽ എനർജി 0. അതെന്താ? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതെന്താ? പൊട്ടൻഷ്യൽ എനർജി. മക്കളെ ഗ്രാഫ് ഇതാ, ഈ വരച്ച ഗ്രാഫ് ടോട്ടൽ എനർജി ആണ്, മാറിപ്പോകരുത്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അടുത്ത് show that gravitational potential energy of the object at a height h is completely converted to kinetic energy on reaching the ground. മക്കളെ ഒരു ഹൈറ്റിലുള്ള ഒരു ബോൾ ദാ ഇതേപോലെ ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി mgh അത് ഫുള്ളും ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയി മാറുന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇവിടെ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളത് നിങ്ങൾ കാണണം. അത് mgh എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം, അല്ലേ? നോക്ക്, show that gravitational potential energy ഇവിടുത്തെ mgh of the object at a height h height ആണ്. okay,
is completely converted to kinetic energy on reaching the ground. Ground level of the kinetic energy on the prove ചെയ്യണം. അപ്പോൾ അത് kinetic energy കണ്ടാ പോലെ എങ്ങനെ കാണാൻ നോക്കാം നമുക്ക്. Listen. So kinetic energy എന്താ? ഇവിടുത്തെ velocity v ആണ്. ഇവിടുത്തെ velocity u അത് 0 ആണ്. So kinetic energy half mv square. എടാ v square is equal to u square plus 2as എന്നുള്ള equation അപ്ലൈ ചെയ്യാം. v square is equal to u square plus 2 into a എന്താ minus g, s എന്താ minus h. അപ്പോൾ എന്താ 2gh ആണ് എന്ത് v square. അപ്പോൾ എന്താ വരിക half into m into 2gh. 2 കട്ടാവുമ്പോൾ എന്താ mgh. അപ്പോൾ എന്താ kinetic energy mgh. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി അല്ലേ kinetic energy ആയി മാറിയത്. സിമ്പിൾ. അടുത്ത the energy possessed by a body by virtue of its motion is called kinetic energy. അപ്പോൾ മോഷൻ കൊണ്ടുള്ള എനർജി ആണ് എന്ത് മക്കളെ kinetic energy. നെക്സ്റ്റ് the energy possessed by a body by virtue of its position എന്താ പൊട്ടൻഷ്യൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ കാര്യമാണ്. a body at a height h above the surface of earth possesses എന്താ potential energy. a stretched or compressed spring possesses എന്താ potential energy. state and prove work energy theorem എന്താ മക്കളെ work energy theorem അത് സ്റ്റേറ്റ് ചെയ്യണം പ്രൂവ് ചെയ്യണം. എന്താ work done by all the forces അല്ലെങ്കിൽ simply work done is equal to change in kinetic energy, that is known as എന്താണ് work energy theorem. ഓക്കേ അല്ലേ മക്കളെ നോക്കുക എങ്ങനെ പ്രൂവ് ചെയ്യാം. ലിസൺ. ഒരു ബ്ലോക്ക് ആ ബ്ലോക്ക് കൊടുത്തി ആ ബ്ലോക്കിന് s ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. എത്ര ഫോഴ്സ് കൊടുത്തപ്പോ f ഫോഴ്സ് കൊടുത്തപ്പോ വെയിറ്റ് ഉണ്ട് എങ്ങോട്ടേക്ക് എത്ര mj1 m10. so when initial velocity u final എന്താ v, when പോകുന്ന acceleration എന്താ a, when mass എന്താ m. so work done is equal to മക്കളെ എന്താ f into s. f എന്താ ma, mass mas. v square is equal to u square plus 2as. v square minus u square is equal to 2as. as is equal to v square minus u square by 2a. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം as നെ. അപ്പോൾ എന്താ m into v square minus u square by 2a, that is equal to okay sorry 2a ഉണ്ടാവില്ലേ 2 നെ ഉണ്ടാവുള്ളൂ കേട്ടോ. a ആണ് വൃത്തിയല്ല. അപ്പോൾ എന്താ it becomes the understand, that is m into v square by 2 minus m into u square by 2 and the half mv square minus half mu square and the final kinetic energy minus initial kinetic energy. അപ്പോൾ സാധനം എന്താ change in kinetic energy. അപ്പോൾ work done എന്താ change in kinetic energy. ഓക്കേ ആണല്ലോ. ഡെൽറ്റ ke ആണ് എന്ത് work done. ഓക്കേ എന്ന് വിചാരിക്കുന്നു. പ്രൂഫ് ആയി. In a ballistic demonstration, a police officer fires a bullet of mass 50 gram. 50 gram bullet fire ചെയ്തു. with speed, mass അറിയാം, speed അറിയാം, thickness അറിയാം. bullet emerges with only 10% of its initial kinetic energy. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് കേറുമ്പോഴുള്ള kinetic energy ke ആണെങ്കിൽ ഇവിടെ ke ആണെങ്കിൽ ഇവിടെ 10% means 10 by 100 ke ആണ് പുറത്തേക്ക് ചാടിയത്. ഓക്കേ what is emergent speed of the bullet? മക്കളെ പുറത്ത് ചാടുമ്പോഴുള്ള സ്പീഡാ കാണേണ്ടത്. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് കേറുമ്പോഴുള്ള kinetic energy കാണാം. ഓക്കേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ മതി. കേറുമ്പോഴുള്ള kinetic energy കാണാം. എന്താ കേറുമ്പോഴുള്ള kinetic energy? കേറുമ്പോഴുള്ള kinetic energy ke is equal to എന്ത് കാണണം half m v square കാണണം. half into mass എന്താ മക്കളെ 50 by 1000 കിലോഗ്രാമിൽ മാറ്റി into v square 200 സ്ക്വയർ ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ke കിട്ടും. ആ ke നെ 10 by 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ke നെ is equal to half m v dash square. അവിടുന്ന് മാസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം. ഓക്കേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ചെയ്യാം. ലിസൺ. ഇങ്ങനെ എഴുതാം. എങ്ങനെ നോക്കിയാ 10 by 100 into ആ ke ന്റെ വാല്യൂ പാർട്ട് എഴുതാം. എങ്ങനെ half into m എത്ര 50 by 1000 into 200 square is equal to എന്താ വരിക half m v dash square. ഈ m കട്ടാവും. ഈ half കട്ടാവും. ഈ 0 കട്ടപ്പോൾ എന്താ 200 square by 10 is equal to v dash square എന്ന് വരും. ഓക്കേ എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ v dash നിങ്ങൾക്ക് കിട്ടും. ഓക്കേ v dash is equal to root of 200 square by എന്ത് വരും 10 വരും. സോൾവ് ചെയ്താൽ ഓക്കേ ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ ഈ രീതിയിലേക്കാണ് മക്കളെ നമ്മൾ പ്രോബ്ലം എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഹുക്സ് ലോ ഫോർ സ്പ്രിംഗ്. ഒന്നുമില്ല, എന്താ ഹുക്സ് ലോ? ഹുക്സ് ലോ ഫോർ സ്പ്രിംഗ് എന്താണ്? The spring force is directly proportional to the elongation of the spring ആണ്. Spring force is directly proportional to the elongation of spring ആണ്. So F is equal to minus kx. Okay, next. Derive expression for potential energy of a spring. ഒരു സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സോ ഒരു സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ് ദാ മീൻ പൊസിഷനിലാണ്, വലിച്ചു നീട്ടി ഇവിടെ എത്തി. ഇപ്പോ അതൊരു എക്സ് ഇലോങ്ങേഷനിലാണുള്ളത്, എക്സ് ഇലോങ്ങേഷനിലാണ്. ഞാൻ ആ എക്സ് ഇലോങ്ങേഷന് ഒരു ഡി എക്സ് നീക്കാൻ പോവാണ്. ഡി എക്സ് നീക്കി, എത്ര നീക്കി? ഡി എക്സ്. അതിന് വേണ്ട വർക്ക് കാണണം. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? എഫ് എക്സ്റ്റേണൽ എഫ് എക്സ്റ്റേണൽ ഇൻറ്റു എന്താ വരിക? ഡി എക്സ് ആണ് വരിക. എന്താ എഫ് എക്സ്റ്റേണൽ? കെ എക്സ് ആണ്. കെ എക്സ് ഇൻറ്റു ഡി എക്സ് ഉണ്ടാവും. നൗ എന്താ ടോട്ടൽ വർക്ക് ഡൺ? ഇന്റഗ്രൽ. നമുക്ക് ഇതിനെ വലിച്ചു നീട്ടി എക്സ് ലെങ്ത് വരെ വലുതാക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആരെ? കെ എക്സ് ഡി എക്സിനെ. വാട്ട് ഈസ് ദാറ്റ്? കെ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to x. So what is work done? K into x square by 2 minus 0 എന്താ? half kx square. So work done half kx square ആണ്. So energy stored എന്താണ്? half kx square. Very simple ആണ്. അതിന്റെ എനർജിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സ്പ്രിംഗ് വലിച്ചു നീട്ടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ആണ്. അപ്പൊ മെയിൻ പൊസിഷനിൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവല് ഈ എൻഡുകളിലാണ്. സോ ഇതാണ് മക്കളെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് ട്ടോ. എന്താ? പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് ആണ്. ഇതെന്താ മക്കളെ? കൈനറ്റിക് എനർജിന്റെ ഗ്രാഫാണ്. ഇത് ശരിക്കും നമ്മൾ ഓസിലേഷനിൽ പഠിക്കും. അവിടെ അതിന് വണ്ടർഫുൾ ആയി പഠിക്കാൻ പറ്റുക. ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ കാണാൻ പഠിച്ചോ. ആ ഓസിലേഷനിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ കിട്ടിയെന്നല്ലേ പഠിക്കും. ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഐൻസ്റ്റീന്റെ എനർജി മാസ് റിലേഷൻ E = mc². നമുക്ക് അറിയുന്ന കാര്യം വേണമല്ലേ? അടുത്ത് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് എനർജി mc². നേരെ കൊടുത്താൽ മതി. കാര്യം അത്ര വലിയ ആവശ്യമുള്ള കാര്യമല്ല. Write the expression for instantaneous power in dot product. പറഞ്ഞു നമ്മൾ F dot V. അടുത്ത an elevator can carry a maximum load of 1800 kg. അത് എലിവേറ്ററിന്റെ പാസഞ്ചറിന്റെ മാസ് ആണ്. is moving up with a constant speed 2 meter per second. അത്രയും മാസിനെയും കൊണ്ട് 2 meter per second മുകളിൽ പോവാ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇതിനെതിരിലേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് 4000 ന്യൂട്ടൺ. determine the minimum power delivered by the motor to elevate in watts. Okay, അപ്പോൾ പവർ കാണണം. പവർ പറഞ്ഞാൽ എന്താ? F dot V ആണ്. ഫോഴ്സും മുകളിലേക്ക് വെലോസിറ്റി മുകളിലേക്ക്. അതുകൊണ്ട് F into V എന്ന് എഴുതാം. ഇനി F എന്താ? എത്ര ഫോഴ്സ് ആ മുകളിൽ കൊടുക്കേണ്ടത്? പാസഞ്ചറിനെയും അതുപോലെ തന്നെ എലിവേറ്ററിനെയും വെയിറ്റ് എത്രയാണോ അവൻ കൊടുക്കണം. ഫ്രിക്ഷൻ കളയാണോ കൊടുക്കണം. അപ്പൊ എത്ര ഉണ്ടാവും മക്കളെ? പറയാം. F കൊടുക്കേണ്ടത് എത്രയാണ്? 1800 into 10 അടിച്ചാൽ mg ആയി, വെയിറ്റ് ആയി, പ്ലസ് 4000 ഉണ്ടാവും. അപ്പൊ എത്രയായി? 18000 പ്ലസ് 4000. അപ്പൊ എത്ര മക്കളെ? 22000 ഉണ്ടാവും. ഓക്കെ, അത് കൊടുക്കാം. 22000 ഇൻറ്റു മുകളിലേക്കുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. 224 0 ഉണ്ടാവും. അപ്പൊ എത്ര? 30 44 കിലോവാട്ട് ഉണ്ടാവും. ഹോഴ്സ്. അത് HP യിൽ കാണാണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 44000നെ 746 ഡിവൈഡ് ചെയ്യുക. അപ്പൊ HP കിട്ടും. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇലാസ്റ്റിക് ആൻഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്താന്നുള്ളത് പറയാം. ഇലാസ്റ്റിക് കൊളീഷൻ പറഞ്ഞാൽ എന്താ? It is a collision in which both the momentum and kinetic energy will be conserved. In elastic, it is a collision in which only momentum will be conserved. അതാണ് എന്ത്? inelastic collision. Inelastic collision ന്റെ കേസിൽ എന്താണ്? collision between രണ്ട് macroscopic objects, അല്ലെങ്കിൽ two balls in a billiards ball, or collision between two coins in a carrom board. ഇതൊക്കെ എന്താണ്? inelastic collision examples ആണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഇലാസ്റ്റിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ പോലും ശരിക്കും ഒക്കെ എന്താണ്? inelastic collisions ആണ്. Elastic collisions in example collision of subatomic particles ആണ് എന്ത് വരിക? Elastic collision ന്റെ examples ആയി വരിക ട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ പിന്നെ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷനിൽ നമ്മൾ എന്ത് കാണണം? പിന്നെ വെലോസിറ്റി കാണണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോവാ മക്കൾ. നോക്ക്, ഇത് m1 മാസ് ഉള്ള ബോഡി u1 വെലോസിറ്റിയിൽ പോകുന്നു, m2 മാസ് ഉള്ള ബോഡി u2 വെലോസിറ്റിയിൽ പോകുന്നു, രണ്ടും കൂട്ടിമുട്ടുന്നു. അങ്ങനെ m1 v1 വെലോസിറ്റിയിൽ പോയി, m2 v2 വെലോസിറ്റിയിൽ പോയി, ദാ ഇങ്ങനെ പോയി.
ഇവിടെ momentum conserve ചെയ്യും, kinetic energy conserve ചെയ്യും. Okay, so momentum എന്താ conservation? m1u1 plus m2u2 is equal to m1v1 plus m2v2. ഇവിടുന്ന് ഞാൻ m1u1 minus m1v1 is equal to m2v2 minus m2u2 എഴുതി. എന്നിട്ട് m1 into u1 minus v1 is equal to m2 into v2 minus v1 എഴുതി. ഓക്കെ, ഇനി കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പ്രകാരം എന്താ? half m1 u1 square plus half m2 u2 square is equal to half m1 v1 square plus half m2 v2 square. എല്ലായിടത്തുനിന്നും ഹാഫ് ഇങ്ങനെ കട്ട് ചെയ്യും അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? m1 u1 square minus m1 v1 square is equal to m2 v2 square minus m2 u2 square എന്ന് എഴുതും. That is m1 into u1 square minus v1 square is equal to m2 into v2 square minus എന്താ? u2 square. ഇവിടെ നമ്മൾ m1 into a square minus b square എന്താ? a minus b into a plus b. ഇപ്പോ എന്താ? u1 minus v1 into u1 plus v1 എഴുതി is equal to എന്താ? m2 into v2 minus u2 into എന്താ? v2 plus u2 ആണ്. ഈ സാധനം ഈക്വൽ ആണെന്ന് മോളിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കട്ടാവും. കട്ടാവുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? u1 plus v1 is equal to v2 plus u2 ആണ്. ഇവിടുന്ന് v1 എന്താ വരിക? v2 plus u2 minus u1 എന്ന് വരും. ഓക്കേ ആണോ? ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുത്താളാ, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്താളാ. അപ്പോൾ 2 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? v1 കാണുന്നിടത്ത് 2 എന്ന സാധനം കൊടുക്കുക. അതാ m1 into u1 minus v1 എന്ന് പറഞ്ഞാൽ എന്താ? v2 plus u2 minus u1 ആണ് is equal to m2 into v2 minus എന്താണ്? v2 the u minus u1 v2 minus the u2 ആണ്. the u2 ആണ്, sorry u2. okay, അപ്പോൾ എന്താ വരിക? v2 minus the u2 എന്നുണ്ടാവും. ഇനി സാധാ അങ്ങ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്താ? m1 into u1 minus v2 minus u2 plus u1 എന്നുണ്ടാവും is equal to m2 into v2 minus m2 into u2. ഇവിടെ എന്താ? m1 u1 minus m1 v2 minus m1 u2 plus m1 u1 is equal to m2 v2 minus m2 u2. ഓക്കേ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യം ഈ m1 u1 സോറി ദാ കട്ട് ചെയ്യണ്ട. ഈ m1 u1 ഉം ഇത് രണ്ട് m1 u1. അപ്പോൾ എന്താ? 2m1 u1 minus m1 u2 ഉണ്ട്. ഇത് എഴുതി. ഇനി മറ്റേ ആൾ അപ്പുറം കൊണ്ടുപോകും. ഈ സാധനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ സാധനം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്താ വരിക? പറയാം പ്ലസ് m2 u2 is equal to, അപ്പോൾ ഇതാണ് കൊണ്ടുപോയി ഇത് ഇപ്പുറം കൊണ്ടുപോയി. അപ്പോൾ എന്താ? m2 v2 plus m1 v2 എന്ന് വരും. That is 2m1 u1 plus m2 u2 minus m1 u2 is equal to v2 into m1 plus m2 എന്നുണ്ടാവും. So from here v2 is equal to u2 അതായത് m2 minus m1 into u2 നാക്കിക്കൂടെ ഈ ടേമിനെ പ്ലസ് ആരുണ്ട്? 2m1 u1 ഉണ്ട്. പിന്നെ ഇവനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താ? ബൈ ആവും. സോ ബൈ എന്താ? m1 plus m2. ഓക്കെ ആണല്ലോ? ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇത് ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ഫൈനൽ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായ ധാരണ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഈ എടുത്ത ചാപ്റ്റർ യൂണിറ്റ്സ് മെഷർമെന്റ്, സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ 5 ചാപ്റ്ററായി. ബാക്കി അടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ നാളെ എടുക്കും. നാളെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഫുൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും, കവർ ചെയ്യും.
ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസ് ഏകദേശം 100 ക്വസ്റ്റ്യന്റെ ആ റേഞ്ചിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 100 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് വെറും ഒരു 3 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. ഏകദേശം നമ്മൾ 2.5 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നന്നായി പ്രിപ്പറേഷൻ നടത്തിയാൽ സൂപ്പർ ആയിട്ട് നിങ്ങൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? നല്ലോണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അലംഭാവല്ലാതെ പഠിക്കാം. ഓക്കെ, സോ ഫുൾ മാർക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയും എന്ത്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാന്ന് പറയും. ഓക്കെ, സോ നന്നായി എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം, സൂപ്പർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.